ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. മഴയുടെ ശക്തിയേക്കാൾ കുത്തിയൊലിച്ചു വരുന്ന വെള്ളത്തിന്റെ ഭീതിയിലാണ് നാട്. പത്തനംതിട്ടയിൽ റാന്നിയിലും ആറന്മുളയിലും കോട്ടയത്തും പതിവുവിട്ടുള്ള ഭയപ്പാടുണ്ട്. രണ്ടാം നിലയിലെ സുരക്ഷിതത്വത്തിൽ നിന്നിറങ്ങാൻ മടിക്കുന്ന പ്രായമേറിയവരെ സ്നേഹത്തോടെ അനുനയിപ്പിച്ച് ക്യാമ്പുകളിലേക്ക് എത്തിക്കാൻ പതിവ് പോലെ യുവാക്കളുടെ നേതൃത്വത്തിലുള്ള നന്മ ദുരിതപ്രദേശങ്ങളെല്ലാം കാണാം. വെള്ളമുയർന്ന പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് നീക്കാൻ ഇത്തവണയും മത്സ്യത്തൊഴിലാളികളും സർവ്വഥാ രംഗത്തുണ്ട്. മന്ത്രിമാരും MLA-മാരും മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വവും നൽകുന്നുണ്ട്. പക്ഷേ ഇതിനിടയിലും മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യമാണ് പ്രതിപക്ഷം ശക്തമായി ഉന്നയിച്ചത്. ദിവസങ്ങൾക്കിപ്പുറം മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കണ്ട് വിവാദങ്ങളിൽ പ്രതികരിക്കുമ്പോൾ ഉത്തരങ്ങളിലെ വ്യക്തത എത്രത്തോളമുണ്ട്? മലപ്പുറത്തെ വീട്ടിൽ ഉച്ചഭക്ഷണം കഴിച്ചതും ഹെലികോപ്റ്റർ യാത്രയും വിശദീകരിക്കുമ്പോൾ മുഖ്യമന്ത്രി എന്തിനാ വൈകാരികമാകണം? ഫോണിലൂടെ നടത്തിയ ഏകോപനം നേരത്തെ ജനങ്ങളോട് പറയുന്നതിൽ എന്തിനാണ് മുഖ്യമന്ത്രി വൈകുന്നത്? മുഖ്യമന്ത്രിയുടെ ഉച്ചഭക്ഷണത്തിലെ വിഭവങ്ങൾ എണ്ണിയ പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോൾ വിവാദം ഭക്ഷണത്തിലല്ല എന്ന് മാറ്റുന്നുമുണ്ട്. വിരുന്നും പറക്കലും പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടേത് ദഹിക്കുന്ന മറുപടിയോ എന്നതാണ് ചോദ്യം. കോൺഗ്രസ് MLA സന്ദീപ് വാര്യർ, CPM നേതാവ് അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ N ശ്രീകുമാർ, ഇടത് സഹയാത്രികൻ ശ്രീ ബിജി എബ്രഹാം എന്നിവരാണ് ചർച്ചയിലുള്ളത്. അത് ഞാൻ സന്ദീപ് വാര്യരിലേക്കാണ് പോകുന്നത്. സന്ദീപ്, മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് പാളിച്ചകൾ പറ്റുന്നുണ്ടോ? സ്മൃതി, ഈ തവണത്തെ അതിതീവ്ര മഴയുടെ ഇരയാക്കപ്പെട്ട ഒരു നിയോജകമണ്ഡലത്തിലെ ജനപ്രതിനിധിയാണ് ഞാൻ. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ജനങ്ങൾക്കിടയിൽ തന്നെയാണ്. എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട തയ്യേനി എന്ന് പറയുന്ന സ്ഥലത്ത് ഉരുൾപൊട്ടലുണ്ടായി, നിരവധി വീടുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ ദുരിതാശ്വാസ ക്യാമ്പുണ്ട്. നീലേശ്വരം മുനിസിപ്പാലിറ്റിയിലും ചെറുവത്തൂരിലും അതുപോലെ തന്നെ കയ്യൂർ ചീമേനിയിലുമൊക്കെ നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായിരുന്നു. അവിടെ നിന്നൊക്കെ ജനങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി, അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജില്ലാ ഭരണകൂടവും MLA എന്നുള്ളതൊക്കെ ഞാനും എല്ലാവരും ഒറ്റക്കെട്ടായി അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു MLA എന്നുള്ള നിലയ്ക്ക് ജനങ്ങളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നൊരു സാഹചര്യത്തിൽ വാസ്തവത്തിൽ രാഷ്ട്രീയം പറയേണ്ടി വരുന്നത് വിഷമകരമായിട്ടുള്ളൊരു ഘട്ടമാണ്. അത് മനസ്സിലാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ രാവിലെ എന്നെ വിളിച്ചിരുന്നു. അവിടുത്തെ സ്ഥിതിഗതികൾ അദ്ദേഹം തിരക്കി. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരക്കി. അവിടെ ജനങ്ങളെ റിഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള നിർദ്ദേശം നൽകുകയും കാസർഗോഡ് ജില്ലാ കളക്ടറുമായും അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എല്ലാ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്ത് ആവശ്യമുണ്ടെങ്കിലും വിളിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. വലിയ പിന്തുണയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന ഭരണകൂടത്തിന്റെയും മണ്ഡലത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും അവിടുത്തെ സന്നദ്ധ സംഘടനകളും എല്ലാവരും ഒരുമിച്ച്, അത് സാമുദായിക സംഘടനകളും വിവിധ ക്ഷേത്രങ്ങൾ, പള്ളി കമ്മിറ്റികൾ, അതുപോലെ തന്നെ ചർച്ചുകൾ, ഇവരെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ ഒരു ദുരന്തമുഖത്തെ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ദുരന്തമുഖത്ത് രാഷ്ട്രീയം പറയരുത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് രാഷ്ട്രീയം പറയുന്നത് വാസ്തവത്തിൽ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ പാർട്ടിയുടെ കൂടി പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയിട്ടുള്ള അതിഹീനമായിട്ടുള്ള ഹലോ സന്ദീപ് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് കേട്ടിരുന്നോ? കേൾക്കുന്നു. ഞാൻ രാഷ്ട്രീയം പറയരുത് എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ചർച്ചയുടെ ഭാഗമായി എൻ്റെ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും വന്ന അതിഹീനമായിട്ടുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യത എനിക്കുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു ദുരന്തമുഖത്ത് സംസ്ഥാനം നിൽക്കുമ്പോൾ സ്വീകരിക്കേണ്ട എല്ലാ പക്വമായിട്ടുള്ള നിലപാടും സ്വീകരിച്ചുകൊണ്ട് വളരെ പക്വതയോട് കൂടിയിട്ടാണ് അദ്ദേഹം ഇതിനോടൊക്കെ പ്രതികരിച്ചിട്ടുള്ളത്. മറുപടി പറയാൻ അറിയാത്തയാളല്ല. പ്രതികരണത്തെക്കുറിച്ചല്ല, ഈ ഏകോപനം എങ്ങനെയായിരുന്നു മുഖ്യമന്ത്രി നടത്തിയതെന്ന് വിശദീകരിക്കാമോ? കാരണം കഴിഞ്ഞ 2 സർക്കാരുകളിലും പിണറായി വിജയൻ എങ്ങനെയാണ് ഏകോപനം നടത്തിയത്? ആ രൂപത്തിലല്ല VD സതീശൻ നടത്തുന്നതെന്നാണല്ലോ പ്രതിപക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അപ്പോൾ ആ ഏകോപനം എങ്ങനെയായിരുന്നു? സാധാരണഗതിയിൽ നമ്മൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് കാണുന്നു. അദ്ദേഹം തന്നെ ഏറ്റവും പുതിയ വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നു. ആ രൂപത്തിലായിരുന്നു. പക്ഷേ VD സതീശൻ്റേത് മറ്റൊരു രീതിയാണ്. ആ രീതി എങ്ങനെയാണെന്ന് അങ്ങേക്ക് വിശദീകരിക്കാം. അങ്ങ് പറഞ്ഞതുപോലെ അങ്ങേ നേരത്തെ വിളിച്ചു ചോദിച്ചു. അതുപോലെ പല MLA-മാരെയും വിളിക്കുന്നുണ്ടാകാം. പക്ഷേ ഈ മരണസംഖ്യയുടെ കണക്കോ, ഏതൊക്കെ ജില്ലകളിലാണ് കുഴപ്പം, ഏതൊക്കെ ജില്ലകളിലാണ് പ്രശ്നം ഒഴിഞ്ഞത്, അങ്ങനെയുള്ള കൃത്യമായ വിവരങ്ങൾ അന്നന്ന് നൽകുന്ന രൂപത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? ഈ ഏകോപനത്തിന്റെ സ്വഭാവം എങ്ങനെയാണ്?
അല്ല, ഈ ഏകോപനം എന്ന് പറഞ്ഞാൽ അത് അതാത് സമയത്തെ കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിച്ച് പരിഭ്രാന്തരാക്കുക എന്നുള്ളതല്ലോ, അതല്ലെങ്കിൽ PR വർക്കിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതല്ല എന്നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നയം. ഒരു ദുരന്തമുഖത്തെ PR വർക്കിന് വേണ്ടിയിട്ടും സ്വയം പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിച്ചിട്ടുള്ള നിന്ദ്യമായിട്ടുള്ള കാഴ്ച കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഞാൻ ആ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കാത്തയാളാണ്. പക്ഷേ ഇവിടെ ഇത്ര ഹീനമായിട്ടുള്ള ആക്ഷേപം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുമ്പോൾ ഞങ്ങൾക്കത് മറുപടി പറയേണ്ടി വരികയാണ്. നോക്കൂ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്തി ഇന്ന ദിവസം ഇന്ന് വൈകുന്നേരം കഥ കടയ്ക്കണം, മെഴുകുതിരി കൊളുത്തണം, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉപദേശങ്ങൾ കൊടുക്കുക എന്നുള്ള ഇത് അദ്ദേഹം ജനപ്രതിനിധി എന്നുള്ളതിലേക്ക് ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മണ്ഡലത്തിലെ കാര്യങ്ങൾ എനിക്കറിയാവുന്നതാണ്. ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, എൻ്റെ മണ്ഡലത്തിലെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അദ്ദേഹം ജില്ലാ ഭരണകൂടത്തെ വിളിച്ച് കൃത്യമായ നിർദ്ദേശം നൽകി. അവിടുത്തെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള തുക അത് ഈ പ്രശ്നമുണ്ടായതിന് മണിക്കൂറുകൾക്കകം തന്നെ വരികയും അവിടെ ഭക്ഷണം കൊടുക്കാൻ, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ പഞ്ചായത്തുകൾക്കും വില്ലേജുകൾക്കും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിനും വേണ്ട പണം കൃത്യമായിട്ട് എത്തിച്ചു. അതുമാത്രമല്ല, അവിടെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാർ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളുമായി സംസാരിച്ചു, MP-മാർ സംസാരിച്ചു. ഇവരെല്ലാവരും ഈ കാര്യത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. സർക്കാർ കൃത്യമായിട്ടുള്ള സർക്കാർ മെഷീനറി എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് അത് വളരെ കൃത്യമായിട്ട് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഈ ആക്ഷേപം പറയുന്ന ആളുകൾ, ഞാൻ ചോദിക്കട്ടെ സ്മൃതി, നമ്മളെല്ലാം ഓർമ്മ മരവിച്ചു പോയിട്ടൊന്നുമില്ലല്ലോ. ഈ നമ്മുടെ മിന്നാരം എന്നൊരു സിനിമയിൽ പപ്പു കഥകടച്ച് പിടിച്ച് നിൽക്കുന്നത് പോലെ ഡാം അടച്ചു പിടിച്ചിരുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു ഇവിടെ. ഒരു കാരണവശാലും ഡാം തുറന്നു വിടില്ല എന്ന് പറഞ്ഞ് ഒരു അർദ്ധരാത്രി നമ്മളൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ ജലബോംബ് പോലെ കേരളത്തിലെ ഡാമുകൾ തുറന്നുവിട്ട് ആയിരക്കണക്കിന് മനുഷ്യരുടെ കൂട്ടമരണത്തിന് ഇടയാക്കിയിട്ടുള്ള ഒരു സർക്കാർ കേരളം ഭരിച്ചിരുന്നു. അന്നത്തെ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടുണ്ട്, ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ സിയാൻഡേജ് റിപ്പോർട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് അക്കാലത്ത് നടന്ന മുഴുവൻ പഠനങ്ങളും പറയുന്നു അശാസ്ത്രീയമായിട്ടുള്ള ഡാം തുറന്നുവിടൽ, ഒരു മുന്നറിയിപ്പില്ലാതെ ഡാം തുറന്നുവിട്ടതാണ് പ്രളയത്തെ ഇത്രത്തോളം ഗൗരവതരമാക്കിയതും. ഡാം മാനേജ്മെന്റിൽ സംഭവിച്ച വീഴ്ചയാണ് കേരളത്തെ വലിയ പ്രളയക്കെടുതിയിലേക്ക് നയിച്ചതെന്ന് ആരുടെ കണ്ടെത്തലാണ്? ഹൈക്കോടതിയുടെ അമിക്കസ് ക്യൂറിയുടെ കണ്ടെത്തലും സിയാൻഡേജിയുടെ കണ്ടെത്തലും അതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ സർവേ ഏജൻസികളുടെ റിപ്പോർട്ടിലും പറയുമ്പോൾ അത്രയും വലിയ കൊടിയ പാപം ചെയ്ത ആളുകൾ ഇപ്പോൾ ഇരുന്നിട്ട് ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അങ്ങനെയാണ് ഇങ്ങനെ എന്തൊക്കെയാ പറയുന്നത്? ഒരു അർത്ഥവുമില്ലാത്ത അടിസ്ഥാനരഹിതമായിട്ട് ഇഷ്ടമല്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്ന് പറയുന്ന പോലെ കേരളത്തിലെ മുഖ്യമന്ത്രിയും ഭരണകൂടത്തെയും ഇവരിപ്പോൾ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീനമായ ആരോപണം, ഭക്ഷണം കഴിക്കുന്നതിനെ പോലും വിവാദമാക്കുന്ന ഹീനമായ ആരോപണം എന്ന വാക്കാണെന്ന് മുഖ്യമന്ത്രി പ്രയോഗിച്ചത്. ഇപ്പോൾ ഇതാ സന്ദീപ് വാര്യരും അതേ വാചകം പറയുന്നു. യഥാർത്ഥത്തിൽ ഏകോപനം ഇവിടെ നടക്കുന്നുണ്ട്. മന്ത്രിമാരെ വിളിക്കുന്നുണ്ട്, MLA-മാരെ വിളിക്കുന്നുണ്ട്, കൃത്യമായി ഈ ജില്ലകൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏകോപനമില്ലെങ്കിൽ അത് ഏകോപനമല്ല എന്ന രൂപത്തിൽ നിങ്ങൾ വിമർശിക്കുകയാണോ ചെയ്യുന്നത്? മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്റെ പരാതി എന്താണ്? അഡ്വക്കേറ്റ് KS അരുൺകുമാർ. ഏതായാലും ഈ പ്രളയമുണ്ടായി 3-ാം ദിവസമാണല്ലോ ഇന്നൊരു പത്രസമ്മേളനം നമ്മൾ കണ്ടത്. അതായത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം ഉണ്ടായി. ഇതിനിടയിലും പത്രക്കാർ ചോദിച്ചു, റാന്നിയിൽ നിന്നും അതുപോലെ തന്നെ ആറന്മുളയിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നും ഉള്ള പ്രളയത്തെക്കുറിച്ചുള്ള വാർത്തകൾ കേട്ടല്ലോ, എന്താണ് പ്രതികരണമെന്ന് താങ്കളുടെ മാധ്യമ സ്ഥാപനത്തിന്റെ ക്യാമറാമാൻ അടക്കം റിപ്പോർട്ടർമാരടക്കം ചോദിക്കുമ്പോൾ അതൊക്കെ അങ്ങ് പ്രസ് റിലീസ് കിട്ടും, അത് നിങ്ങളങ്ങ് കേട്ട് വായിച്ചാൽ മതി എന്ന് പറഞ്ഞ സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഒരു ഏകോപനത്തിന്റെ ഒരു യോഗം കൂടുന്നത് 3-ാം ദിവസമാണ്. എന്നിട്ട് എന്നോട് ചോദിക്കുന്നു, എല്ലാം നടക്കുന്നുണ്ടല്ലോ, MLA-മാരെ വിളിക്കുന്നു, മന്ത്രിമാരെ വിളിക്കുന്നു, എല്ലാം കൃത്യമായി 14 ജില്ലയിലും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ പരാതി എന്താണ്? നിങ്ങളുടെ പരാതി അവിടെ നിൽക്കട്ടെ, ജനങ്ങളുടെ പരാതി ഉണ്ടല്ലോ. ആ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വെള്ളമില്ലാത്ത, ഭക്ഷണമില്ലാത്ത, കരണ്ട് ഇല്ലാത്ത, പ്രാഥമിക ആവശ്യത്തിന് പോലും സൗകര്യമില്ലാത്ത ആളുകളുടെ വേദന നിങ്ങളുടെ മാധ്യമം അടക്കം റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ 2-3 ദിവസം. ഈ റിപ്പോർട്ട് വരുമ്പോഴാണല്ലോ നമ്മൾ ഈ പ്രളയത്തിന്റെ ഏറ്റവും ദുരന്തമായിട്ടുള്ള മുഖത്തെക്കുറിച്ച് അറിഞ്ഞത്. ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചു, ഹൈക്കോടതിയിലെ അമിക്കസ് ക്യൂറി കണ്ടെത്തി. അമിക്കസ് ക്യൂറി കണ്ടെത്തിയിട്ട് കാര്യമില്ല, ഹൈക്കോടതി കണ്ടെത്തണം. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് കൃത്യമായി സ്വമേധയെ എടുത്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയെ സഹായിക്കാൻ പലരെയും വയ്ക്കും, കമ്മീഷനെ വയ്ക്കും, അമിക്കസ് ക്യൂറിയെ വയ്ക്കും. അങ്ങനെ അമിക്കസ് ക്യൂറി കൊണ്ടുവന്ന റിപ്പോർട്ടിനെ അങ്ങ് നിഷ്കരുണം തള്ളി, ഇതല്ല ശരി, അതുകൊണ്ട് ഒരു തരത്തിലും മിസ്മാനേജ്മെന്റ് ഉണ്ടായിട്ടില്ല എന്ന് കണ്ടെത്തിയ റിട്ട് പെറ്റീഷന്റെ വിധി വേണമെങ്കിൽ ഞാൻ അങ്ങ് ഇട്ടുതരാം, അതവിടെ നിൽക്കട്ടെ. ഇവിടെ കൃത്യമായി പൂഴിയാർ അണക്കെട്ട് തുറന്നുവിട്ടു. അതിൽ ആ അണക്കെട്ട് തുറന്നുവിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോംസ് പാലിച്ചിരുന്നോ? അവിടെ അലാറം മുഴക്കിയിരുന്നോ? അവിടെ മൈക്ക് അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നോ? ജനപ്രതിനിധികളെയും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെയും അറിയിച്ചിരുന്നോ? അങ്ങ് റാന്നിയിലെ എല്ലാ കച്ചവട സ്ഥാപനങ്ങളുടെയും ഉടമസ്ഥർ പൊട്ടിക്കരയുന്ന കാഴ്ച നാം കണ്ടില്ലേ? ഒരു വാക്ക് ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ ഉണ്ടായില്ല. ഈ ഓണം പ്രമാണിച്ച് ഓണത്തിന്റെ മുൻകരുതൽ എന്ന രൂപത്തിൽ ഞങ്ങൾ സ്റ്റോക്ക് ചെയ്ത മുഴുവൻ ഭക്ഷ്യധാന്യങ്ങളും
മറ്റ് അവശ്യ വസ്തുക്കളും നശിച്ചു പോയി. ആ ടൗൺ തന്നെ ഒറ്റ രാത്രി കൊണ്ട് മുങ്ങാനുണ്ടായിട്ടുള്ള സാഹചര്യം, അതിനെക്കുറിച്ച് അവർ വിലപിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? അങ്ങനെ സമാനമായിട്ടുള്ള എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടായി. ആ സമയത്ത് ജനങ്ങൾ തന്നെയാണ് അന്വേഷിച്ചത്, ഇവിടെ കൃത്യമായിട്ട് ഒരു ഭരണാധികാരികളുണ്ടോ, റവന്യൂ ഉദ്യോഗസ്ഥന്മാരുണ്ടോ, ഒരു അതോറിറ്റി ഉണ്ടോ എന്ന്. താങ്കൾക്കറിയോ, ഇന്നലെ വൈകുന്നേരം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്ന മരണത്തിന്റെ കണക്ക് 8 അപ്പോൾ റവന്യൂ കമ്മീഷണറേറ്റിൽ നിന്ന് വന്ന മരണത്തിന്റെ കണക്ക് 6. കാണാനില്ലാത്തവരുടെ എണ്ണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് 8, റവന്യൂ കമ്മീഷണറിൽ നിന്ന് 4. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറയുന്നു 209 ദുരിതാശ്വാസ ക്യാമ്പിൽ 5197 പേരുണ്ടെന്ന്. ഇന്നലത്തെ കണക്കാണ്. അപ്പോൾ റവന്യൂ അതോറിറ്റി പറയുന്നു അല്ല, 64 ക്യാമ്പേ ഉള്ളൂ, 1349 ഉള്ളൂ. ഇത്തരത്തിൽ ഏകോപനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു കണക്ക്, റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു കണക്ക്. ആറന്മുള MLA തന്നെ വിളിച്ചു പറയുന്നു പ്രഭാത ഭക്ഷണം കൊടുത്തിട്ടില്ല ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന്. ജനങ്ങൾ മാധ്യമങ്ങളോട് പറയുന്നു ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, ഒരു പച്ചവെള്ളം പോലും കിട്ടിയില്ല. റവന്യൂ മന്ത്രി സ്ഥിരീകരിക്കുന്നു അങ്ങനെ കോള് വന്നു, അത് കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ഉച്ച കഴിഞ്ഞ് മന്ത്രിയും MLAയും നിഷേധിക്കുന്നു. ഇതെല്ലാം നമ്മുടെ മുന്നിൽ കണ്ടതാണ്. ആ സമയത്താണ് ഇതൊക്കെ ഏകോപിപ്പിക്കുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാൻ എവിടെ എന്ന ചോദ്യം വന്നത്. ആ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ തന്നെ അദ്ദേഹം ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല, മറ്റൊരു ദുരന്തമായിട്ട് മാറുന്ന വാർത്തകളും വീഡിയോകളും പുറത്തു വരുന്നു. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം എന്ന രൂപത്തിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. തന്റെ യജമാനൻ എവിടെ എന്ന് നോക്കി അരുൺകുമാർ, ഇപ്പോൾ ഇന്നലെ ആറന്മുള MLA അബിൻ വർക്കി നമ്മുടെ ചർച്ചയിലുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു ഞാൻ അങ്ങനെ ഒരു പരാതിയായിട്ട് പറഞ്ഞതല്ല, ഒരു അല്പസമയം ഭക്ഷണവുമായി ബന്ധപ്പെട്ട ചെറിയൊരു വൈകലുണ്ടായി, അത് വളരെ വേഗം തന്നെ പരിഹരിക്കുന്നു. പല ക്യാമ്പുകളിലുമുള്ള പ്രശ്നമായിരിക്കാം. അങ്ങിപ്പോൾ പറഞ്ഞു പോയ കറണ്ടിന്റെ പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ അതിതീവ്ര മഴയിൽ KSEBിയുടെ വൈദ്യുതി വിതരണ ശൃംഖലയ്ക്ക് വൻ നാശനഷ്ടമുണ്ടായി എന്ന കണക്ക് വന്നിട്ടുണ്ട്. പ്രാഥമിക കണക്ക് പ്രകാരം 25.43 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു. 2892 ട്രാൻസ്ഫോമറുകളെ മഴക്കെടുതി ബാധിച്ചിരിക്കുന്നു. 6,56,770 ഉപഭോക്താക്കൾക്ക് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു എന്ന കണക്കുണ്ട്. അപ്പോൾ ഇത് ഈ വൈദ്യുതി തകരാറുകൾ പരിഹരിക്കാനുള്ള ഊർജിത ശ്രമം നടക്കുകയാണെന്ന് KSEB പറയുന്നത് ഈ മഴയുടെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു ദുരിതമാണ്. ആ ദുരിതം അതുണ്ട് എന്നുള്ളത് സമ്മതിക്കുന്നതിൽ തർക്കമില്ലല്ലോ. അപ്പോൾ ആ വൈദ്യുതി തകരാർ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു, അത് വിവിധ ജില്ലകളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് ഒരു സർക്കാർ പിഴവ് എന്ന രൂപത്തിൽ അവതരിപ്പിക്കാവുന്ന കാര്യമാണോ? അപ്പോൾ സാധാരണഗതിയിലുള്ള ജീവിതത്തിൽ നിന്ന് കാര്യങ്ങൾ മാറുന്നു എന്ന് തന്നെയാണല്ലോ വിഷയം. അതിനെ എങ്ങനെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെ നടത്തുന്നു എന്നുള്ളതാണല്ലോ വേണ്ടത്. അപ്പോൾ ഐക്യത്തോടെ പോകേണ്ട ഒരു സമയത്ത് ഇത് രാഷ്ട്രീയ ആരോപണത്തിലേക്ക് മാത്രം മാറുന്നുണ്ടോ അരുൺകുമാർ? ഒരിക്കലുമില്ല. 31-ാം തീയതി രാത്രിയാണ് ഈ പ്രളയം ഉണ്ടായത്. 1-ാം തീയതി ഒരു രാഷ്ട്രീയ ആരോപണവും ഞങ്ങൾ ഉന്നയിച്ചില്ല. കാരണം പെട്ടെന്ന് വരുന്ന ഒരു പ്രളയം, അതിന്റെ എല്ലാ തരത്തിലുള്ള മുൻകരുതലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോർഡിനേഷന് സമയം വേണം. 1-ാം തീയതി വലിയ വാർത്തകൾ, ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പല കോണുകളിൽ നിന്നും വന്നിട്ടും ഞങ്ങൾ ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചില്ല. 2-ാം തീയതി ഇന്നലെയാണ് ഞങ്ങൾ ഈ ആരോപണം ഉന്നയിച്ചത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? IMD-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ റെഡ് അലർട്ടിന്റെ നിർദ്ദേശം, മഴ, അതിതീവ്ര മഴ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നിർദ്ദേശവും ഗവൺമെന്റ് കൊടുക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഒരു നിർദ്ദേശം കിട്ടിയിട്ടില്ല എന്നതാണ് സർക്കാരുകളെല്ലാം നൽകേണ്ടത് എന്ന് റവന്യൂ മന്ത്രി ഇന്നലെ നമ്മുടെ ചർച്ചയിൽ പറയുന്നു. പ്രത്യേകം സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ല അലർട്ട് നൽകുന്നത്. റെഡ് അലർട്ട്, ഓറഞ്ച് അലർട്ട് എന്നുള്ള സർക്കാർ അല്ല ചെയ്യുന്നത്. അല്ല, അത് അറിയാതെ അല്ലല്ലോ ഞാൻ ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത്. താങ്കളൊന്ന് കേൾക്കൂ. ഒരു നിർദ്ദേശവും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല എന്ന പച്ച നുണ ഞാൻ അങ്ങയുടെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ജൂലൈ 31 വൈകുന്നേരം 3 മണിക്കുള്ള റിപ്പോർട്ട്. അതായത് ഈ പ്രളയം, വലിയ മഴയുണ്ടായി, പ്രളയമുണ്ടായ ദിവസം വൈകുന്നേരം 3 മണിക്ക് ആ 4 പേജുള്ള ഇൻഫർമേഷന്റെ ഹെഡിങ് എന്തെന്ന് താങ്കൾക്കറിയോ? കേരളത്തിൽ അടുത്ത 2 ദിവസങ്ങളിൽ കനത്തതോ അത്യധികം കനത്തതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതിൽ പത്തനംതിട്ട അടക്കമുള്ള ജില്ലകളുടെ പേര് ഏറ്റവും പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നു. ഇത്തരത്തിലൊരു നിർദ്ദേശം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ട് അങ്ങനെ ഒരു നിർദ്ദേശമില്ല എന്ന് പച്ചയായ കള്ളം പറയുന്നു. എങ്ങനെ പറയാൻ കഴിയും? നിങ്ങളുടെ ചർച്ചയിൽ വന്നിരുന്ന മന്ത്രി പറഞ്ഞാൽ അത് പച്ചയായ കള്ളമാണ്. ആ ഇൻഫർമേഷൻ അടക്കം ഇപ്പൊ പൊതുസമൂഹത്തിലുണ്ട്. 4 പേജുള്ള കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ജൂലൈ മാസം 31-ാം തീയതി വൈകുന്നേരം 3 മണിക്കാണ്. തന്റെ യജമാനൻ എവിടെ എന്നുള്ള രീതിയിൽ ഒരു വീട്ടിലെ നായ തന്നെ മണലുകളുടെയും കാടുകളുടെയും ഇടയിൽ തെരയുന്ന ഏറ്റവും ഹൃദയഭേദകമായിട്ടുള്ള ചിത്രങ്ങളടക്കം നമ്മൾ കണ്ടു. 8 പേരെ കാണാതായി, 10 പേരെ കാണാതായി എന്നുള്ള വാർത്ത വരുന്നു. നമ്മൾ ഈ കാണാതായ ആളുകൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ ചുറ്റുന്നത്. നമുക്ക് ആർക്കും ഭക്ഷണം കഴിച്ചതിൽ ഒരു പരാതിയില്ല. മറിച്ച്
ദുരിതാശ്വാസ ക്യാമ്പിൽ ഭക്ഷണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ സാധാരണക്കാർ 70-80 വയസ്സുള്ള മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും പരാതി പറയുമ്പോഴാണ് 30 വിഭവങ്ങളുമായി ഒരു വിനോദസഞ്ചാര രൂപത്തിൽ പൊന്നാനിയിൽ പോയി ഭക്ഷണം കഴിക്കുന്ന കാഴ്ച, അതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നത്. ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുന്നു. ഇത്രയും ആളുകൾ മരണപ്പെട്ട് ഇത്രയും ദുരന്ത സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടായി. റാന്നി ആറന്മുള വെള്ളത്തിൽ മുങ്ങുമ്പോൾ ഒരു ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ട് പറയാണ്, ഓണത്തിന് വരുമല്ലോ, നിങ്ങളെല്ലാവരും ഓണം കൂടാൻ വരുമല്ലോ. അത്തരത്തിലുള്ള പരിപാടികൾക്ക് പോകുന്നതാണോ ഇത്തരത്തിൽ ദുരന്ത മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാൻ എന്ന രൂപത്തിൽ തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഏകോപനം നടത്തുകയാണോ ഒരു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ചെയ്യേണ്ടത് എന്ന ഒരു രാഷ്ട്രീയ ചോദ്യമാണ് ഉയർന്നു വന്നത്. ഇതിനു മുമ്പും പ്രളയം ഉണ്ടായിട്ടുണ്ട്. അന്ന് എന്തായിരുന്നു സമാനമായിട്ടുള്ള മാതൃക? ആ മാതൃക ഇപ്പൊ പിന്തുടരാൻ കഴിഞ്ഞോ എന്ന ചോദ്യവും നിലനിൽക്കുകയാണ്. ഇത്തരത്തിൽ രാഷ്ട്രീയപരമായി ആ കടമ 1-ാം തീയതി ഞങ്ങൾ ചോദിച്ചില്ല. കാരണം ഒരുമിച്ച് ഇറങ്ങാമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അങ്ങനെ ഇറങ്ങിയാണ് ചെയ്തത്. ആ ദുരന്തമുഖങ്ങളിൽ ഇപ്പോഴും കാണാം ഡിവൈഎഫ്ഐയുടെയും അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെയും സന്നദ്ധ പ്രവർത്തകർ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ഇപ്പോഴും ആ പ്രവർത്തനം തുടരുകയാണ്. ഇപ്പൊ വീട് വൃത്തിയാക്കാനുള്ള പ്രവർത്തനത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഡിവൈഎഫ്ഐ ആണ്. എല്ലാ പ്രസ്ഥാനങ്ങളും ഉണ്ട്. അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോഴും രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് ഞങ്ങൾ തുനിഞ്ഞില്ല. ഇന്നലെ അതായത് ദുരന്തമുണ്ടായി ഒരു ദിവസം കഴിഞ്ഞ് 2-ാം ദിവസമായിട്ടും മുഖ്യമന്ത്രി അടക്കം അങ്ങ് ചുറ്റുന്ന ഹെലികോപ്റ്ററിൽ ചുറ്റുന്ന വലിയ തരത്തിൽ വിഭവസമർത്ഥമായ സദ്യ കഴിക്കുന്ന പടം വരുന്നു. ദുരിതാശ്വാസ ക്യാമ്പിൽ ഭക്ഷണമില്ല, വെള്ളമില്ല, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്നുള്ള വാർത്ത വരുമ്പോൾ ഞങ്ങൾ പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്, ചുമതല ഞങ്ങൾക്കുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും അങ്ങനെ വ്യാപകമായ പരാതി ഉണ്ടോ അരുൺകുമാർ? അങ്ങ് പറയുന്ന പോലെ വ്യാപകമായ പരാതികൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വരുന്നുണ്ടോ? അങ്ങേക്ക് ബിജിലി മോനെ അറിയാമോ? അല്ല, ബിജിലി മോനെ അറിയാമോ? ബിജിലി മോൻ എന്ന ഒരു സഖാവ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഒരു പരാതി ഉന്നയിച്ചതെന്നൊരു വൃദ്ധയായ അമ്മ പറയുന്നത് നമ്മൾ കേട്ടല്ലോ. അപ്പോൾ ആദ്യം രാവിലെ നടത്തിയ പ്രതികരണം നമ്മൾ കണ്ടു, വൈകുന്നേരമാകുമ്പോഴേക്കും അവരുടെ പ്രതികരണം മാറുന്നതായി കണ്ടു. അപ്പോൾ ഇതിനെ രാഷ്ട്രീയമായി ഇതിനെ ഉപയോഗിക്കുന്നു, ഹീനമായ തന്ത്രം എന്ന രൂപത്തിൽ കോൺഗ്രസ് പറയുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ ഇതിനായിരിക്കാം. ഇതിൽ അങ്ങേക്ക് മറ്റൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അങ്ങേക്ക് ഇത് വിശദീകരിക്കാം. അങ്ങ് ഈ 7 മണി ചർച്ച ഉച്ചയ്ക്ക് മുമ്പായിരുന്നുവെങ്കിൽ താങ്കൾ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് വിചാരിച്ചേനെ. പക്ഷെ അതേ മുത്തശ്ശി തന്നെ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്, എന്റെ മോള് ഇതേ പഞ്ചായത്തിലാണ് ജോലി, ആ ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് മോള് പറഞ്ഞു ഒരക്ഷരം മിണ്ടരുതെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല, എന്നാലും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ അമ്മ തന്നെ മാറ്റി പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. അവരുടെയൊക്കെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാചകമാണ്. എന്താ പറഞ്ഞ്? ഇതിനു മുമ്പും പ്രളയം ഉണ്ടായിട്ടുണ്ട്. ഓണത്തിന് സമാനമായി 10-14 ദിവസം ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിച്ചതാണ്. അതിനുശേഷം ക്യാമ്പിൽ നിന്ന് പോകുമ്പോൾ വലിയ കെട്ടുകണക്കിന് കിറ്റുമായിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോയത്. അന്ന് ഏറ്റവും ദുരന്തമുഖത്ത് എല്ലാ സന്തോഷവും തന്നിട്ടാണ് ഞങ്ങളെ തിരിച്ചയച്ചത് എന്ന ആ മുത്തശ്ശി തന്നെ പറയുന്ന വീഡിയോ പൊതുസമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഫ്രെയിം ചെയ്ത് മാറ്റി പറയിപ്പിച്ചാലൊന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാചകങ്ങൾക്ക് മാറ്റമുണ്ടാവില്ല. അവിടെ ഏറ്റവും നല്ല രൂപത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും സന്നദ്ധ പ്രവർത്തനങ്ങളും മറ്റുള്ള സംവിധാനങ്ങൾക്കൊപ്പം തന്നെ ഇടപെട്ടിട്ടുണ്ട്. എല്ലാ സംഘടനകളും ദുരന്തമുഖത്തുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. എല്ലാ സംഘടനകളും ദുരന്തമുഖത്തുണ്ട്. അങ്ങ് പറഞ്ഞ പോലെ CPM പ്രവർത്തകർ ഞങ്ങൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന് ആറന്മുള MLA ഇന്നലെ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഒരു വശത്ത് പ്രവർത്തനം നടക്കുമ്പോഴാണ് മറുവശത്ത് മറ്റൊരു രൂപത്തിലുള്ള കുബുദ്ധികൾ പ്രവർത്തിക്കുന്നുള്ളതാണ്. സന്ദീപ്, ഇക്കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ ബിജിലി മോന്റെ കാര്യത്തിൽ? അതുകൊണ്ട് പറയാനുണ്ട്. അദ്ദേഹം ഈ ക്യാമ്പിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. അത് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഈ ക്യാമ്പിലെ ആളുകളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടായെന്ന് അദ്ദേഹം ചോദിച്ചു. അത് ഈ ദുരന്തം നടന്ന ഉടനെ ആദ്യ മണിക്കൂറുകളിൽ സ്വാഭാവികമായിട്ടും കുറേ ആളുകൾ ക്യാമ്പിൽ വന്നിട്ടുണ്ട്. പല ആളുകളും പിന്നീട് ബന്ധുവീടുകളിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ 2 തവണ കണക്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 2 കണക്കുകൾ വരാം. കുറച്ച് കഴിഞ്ഞ് കണക്കെടുക്കുമ്പോൾ ചിലപ്പോൾ അത് കൂടാം കുറയാം. കാരണം ക്യാമ്പിലേക്ക് വരുന്ന ആളുകൾ പലരും സൗകര്യമുള്ള സ്വന്തം ബന്ധുവീടുകളിലേക്കും മറ്റും പിന്നീട് മാറുന്നുണ്ട്. മറ്റൊന്ന്, അദ്ദേഹം ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഭക്ഷണം എൻ്റെ അവിടെ തന്നെ തയ്യേനി ക്യാമ്പിൽ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ആദ്യം വില്ലേജ് ഓഫീസറാണ് ഇതിൻ്റെ നേതൃത്വം വഹിച്ചിരുന്നത്. ആ സമയത്ത് കുറച്ച് അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചില പ്രശ്നങ്ങൾ പറ്റി. ഉടനെ തന്നെ ഞങ്ങൾ അതിൽ ഇടപെട്ടു, അതിനെ പഞ്ചായത്തിന് കൊടുത്തു. പഞ്ചായത്ത് അത് കുടുംബശ്രീ ഏൽപ്പിച്ച് വളരെ ഭംഗിയായിട്ട് പിന്നീട് ഭക്ഷണ വിതരണം നടന്നു. അത് ആദ്യഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ചെറിയൊരു പെശകാണ്. പിന്നീട് വൈദ്യുതിയുടെ കാര്യം പറഞ്ഞു. ഈ പ്രശ്നം എന്താ, ഈ ക്യാമ്പിൽ പലപ്പോഴും വൈദ്യുതി ഇല്ല എന്ന് പറയുന്നത് മൊത്തത്തിൽ ഈ ഉരുൾപൊട്ടലും മറ്റ് പ്രളയം ഉണ്ടായ സ്ഥലത്തെല്ലാം വൈദ്യുതി ഓഫ് ചെയ്തിട്ട് വെക്കണം. KSEB വൈദ്യുതി ഓഫ് ചെയ്ത് വെക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്കൂളുകളിലാണ് ക്യാമ്പ് നടക്കുന്നത്. സ്കൂളിൽ വൈദ്യുതി ഇല്ല.
അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ജനറേറ്റർ കൊണ്ടുവരണം. ഇപ്പം എൻ്റെ തയ്യേനി സ്കൂളിൽ ആദ്യഘട്ടത്തിൽ നമുക്ക് ജനറേറ്റർ കൊണ്ടുവരാൻ വലിയ പ്രയാസം ഉണ്ടായി. അങ്ങോട്ട് വരുന്ന വഴികളെല്ലാം വെള്ളം കയറി അടഞ്ഞിടക്കുകയായിരുന്നു. അപ്പോൾ ചെറിയ ജനറേറ്റർ മാത്രമാണ് ആദ്യഘട്ടത്തിൽ അവൈലബിൾ ആയിട്ട്, പിന്നീട് നമ്മൾ വലിയ ജനറേറ്റർ എത്തിക്കുക ചെയ്ത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ വെള്ളം പമ്പ് ചെയ്യണമെങ്കിൽ, അതായത് കുടിവെള്ളത്തിന് പോയി ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടായി. കുടിവെള്ളം പമ്പ് ചെയ്യണമെങ്കിൽ വലിയ കപ്പാസിറ്റിയുള്ള ജനറേറ്റർ വേണമായിരുന്നു. അപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ ഇതാണ് ക്യാമ്പിൽ സംബന്ധിച്ചത്. മറ്റൊന്ന്, അദ്ദേഹം മുഖ്യമന്ത്രി ഭക്ഷണം കഴിച്ച നോക്കൂ, എനിക്ക് മുഖ്യമന്ത്രി വളരെ വ്യക്തിപരമായിട്ട് അറിയുന്നതുകൊണ്ട് പറയുകയാണ്, അദ്ദേഹം ഏറ്റവും ലഘുഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. ഇനി എത്ര വിഭവം ഉണ്ടെങ്കിലും അദ്ദേഹം വളരെ മിതമായി മാത്രം ഭക്ഷണം കഴിക്കുന്ന, അദ്ദേഹത്തിന്റെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാൾ. അതുകൊണ്ട് മുഖ്യമന്ത്രി ഒരുപാട് വിഭവങ്ങൾ കൂട്ടി ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭക്ഷണശൈലി അറിയുന്ന മാധ്യമപ്രവർത്തകർക്കും അറിയാം, അദ്ദേഹം വളരെ കൃത്യമായി ആരോഗ്യം നോക്കുന്ന ഒരാളാണ്. കാരണം നമുക്കറിയാം, ഈ മഴയിൽ ആളുകൾക്ക് ഭക്ഷണമില്ലാതെ അല്ലെങ്കിൽ ക്യാമ്പുകളിൽ, സ്വന്തം വീടുകളിൽ നിന്ന് മാറി ക്യാമ്പുകളിലേക്കൊക്കെ പോയി അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് നിൽക്കുന്ന ഒരു പ്രത്യേക സമയമാണ്. ആ സമയത്ത് മുഖ്യമന്ത്രി ഒരു വിരുന്നിന് പോകുന്നു എന്ന രൂപത്തിൽ, വിരുന്ന് എന്ന് ഞാൻ ആരോപിക്കുന്നില്ല എങ്കിൽ കൂടി അദ്ദേഹത്തിന് പല പരിപാടികളും ഉണ്ടായിരിക്കാം. അതിൻ്റെ ഭാഗമായി ഈ വടക്കേ മലബാറിൽ അവിടെ എത്തുമ്പോൾ അവിടുത്തെ ഒരു വീട്ടിലെ ഭക്ഷണം കൊടുക്കുന്ന ആ ദൃശ്യം, ആ ചിത്രം പുറത്തേക്ക് നൽകുന്ന മെസ്സേജ് സന്ദീപിന് എങ്ങനെയാണ് അനുഭവപ്പെട്ടത്? സ്മൃതി, നിങ്ങളൊന്ന് ആലോചിക്കുക. മുഖ്യമന്ത്രി മലപ്പുറത്ത് എനിക്ക് തോന്നുന്നു ശിഹാബ് തങ്ങളുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് പരിപാടിക്ക് പോകുന്നു. ആ പരിപാടി കഴിഞ്ഞ് അദ്ദേഹം ഏകദേശം 3 മണിക്കാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. അദ്ദേഹം ടേബിളിൽ പോയിരിക്കുമ്പോൾ ആ വീട്ടിലെ ആളുകൾ ടേബിളിൽ ഏതൊക്കെ ഭക്ഷണം കൊണ്ടുവന്ന് വയ്ക്കും. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി വീട്ടിൽ വരികയാണല്ലോ, അവർക്ക് വലിയ സന്തോഷമായിരിക്കും. അവർ സ്വാഭാവിക ടേബിളിൽ കുറേ ഭക്ഷണങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ടായിരിക്കും. അവിടുന്ന് ആരോ അത് എടുത്ത്, മുഖ്യമന്ത്രിയല്ല പുറത്ത് വിട്ടത്, അവിടുന്ന് സ്വാഭാവികമായിട്ട് ആ വീട്ടുകാർക്ക് സന്തോഷമാണ് മുഖ്യമന്ത്രി വീട്ടിൽ വരുന്നത്. ആ ഗൃഹനാഥൻ അത് എടുത്ത് പുറത്ത് വിടുന്നു. ഇതിലൊക്കെ എന്തെങ്കിലും കുറ്റവും കുറവും കണ്ടെത്തുന്നവരുടെ കാഴ്ചയ്ക്കാണ് കുഴപ്പമുള്ളത്. അവർ ഇതൊക്കെ എന്തോ മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുണ്ടെന്നേ പറയാനുള്ളൂ. മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കുന്നൊക്കെ എടുത്ത് പുറത്ത് വിടുന്നത് ഇത്ര തരംതാണ രീതിയിൽ ഹീനമായിട്ടുള്ള ആക്ഷേപം ഉന്നയിക്കേണ്ട വല്ല കാര്യം. 3 മണിക്ക് ഭക്ഷണം കഴിക്കുക, അദ്ദേഹത്തിന് ഭക്ഷണം കഴിച്ചുകൂടെ? അത് മനുഷ്യനല്ലേ, അദ്ദേഹത്തിന് ഈ ഓടുന്നതിനെങ്കിൽ ഭക്ഷണം കഴിക്കേണ്ടത്. എന്ത് വർത്താനായി പറയുന്നത്? അതിൽ എന്ത് മെസ്സേജ്? അങ്ങനെ മെസ്സേജ് ഉണ്ടെങ്കിൽ ആ ഗൃഹനാഥൻ സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നതിന്റെ ദൃശ്യമെടുത്ത് പുറത്തു വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് മുഖ്യമന്ത്രി എന്ത് പഴച്ചു? അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുമോ? എന്തൊരു മോശം ആർഗ്യുമെന്റ് ആണ് ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് ബോധമുണ്ടെന്നെങ്കിൽ ചിന്തിക്കണ്ടേ. മറ്റൊന്ന്, അദ്ദേഹം ഹെലികോപ്റ്ററിനെ കുറിച്ച് പറഞ്ഞു. ഈ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോയത് എങ്ങനെയാണ്? നിങ്ങൾ വാടകയ്ക്ക് എടുത്ത ഹെലികോപ്റ്റർ, പ്രതിമാസം 25 മണിക്കൂർ പറന്നാലും പറന്നില്ലെങ്കിലും വാടക കൊടുക്കേണ്ട ഹെലികോപ്റ്റർ മുഖ്യമന്ത്രി ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി കൊച്ചിയിൽ പോകുന്നു. അതിനെതിരെ നിങ്ങൾ ആക്ഷേപം ഉന്നയിച്ചു. മുഖ്യമന്ത്രി പാർട്ടി സമ്മേളനത്തിനല്ല പോയത്. ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. സർക്കാരിന്റെ പണം കൊണ്ട്, ദുരിതാശ്വാസ നിധിയിലെ പണം കൊണ്ട് പാർട്ടി സമ്മേളനത്തിൽ പോയ മുഖ്യമന്ത്രി. അത് മറക്കരുത്. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇവിടെ ഉപദേശിച്ച പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ ദുരന്തമൊത്ത് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ മണ്ഡലത്തിൽ ഞാൻ പറയുന്നു, എൻ്റെ കൂടെ അവിടെ പ്രവർത്തിക്കാൻ CPM-ന്റെ DYFI-യുടെ പ്രവർത്തകരുണ്ട്, KSU-വിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരുണ്ട്, SKSSF-ന്റെ യൂത്ത് ലീഗിൻ്റെ MSF ഉണ്ട്, എല്ലാ യുവമോർച്ചക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാ പ്രവർത്തകരും എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയം പറയാൻ വിഷമമുണ്ട്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, അദ്ദേഹം മുഖ്യമന്ത്രി ആക്ഷേപിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ഉപദേശിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നെതർലാൻഡ്സിൽ പോയല്ലോ റൂം ഫോർ റിവർ നടപ്പാക്കാൻ. അവിടുന്ന് ഒരു പിഞ്ഞാണത്തിന്റെ അവാർഡ് മേടിച്ചുകൊണ്ടുവന്നല്ലോ. ആ പിഞ്ഞാണ് ഇപ്പോൾ എവിടെ ഇരിക്കുന്നത്? അവിടുന്ന് പഠിച്ച റൂം ഫോർ റിവർ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ പരിപാടി നടക്കുമായിരുന്നോ? ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നോ? ഇതൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. നെതർലാൻഡ്സിൽ പോയിട്ട് ആരെയാ കണ്ടത്? ഒന്നാന്തരം മണലൂറ്റ് കമ്പനിയെ. ആ മണലൂറ്റ് കമ്പനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് വല്ല അറിവുണ്ടോ? നിങ്ങൾ നെതർലാൻഡ്സിൽ പോയത് എന്തിനാ? റൂം ഫോർ റിവർ പഠിക്കാൻ പോയത് എന്തിനാ? എന്നിട്ട് നിങ്ങൾ ഇവിടെ എന്ത് നടപ്പാക്കി? ഇതൊക്കെ ജനങ്ങളോട് നിങ്ങൾ എന്തെങ്കിലും മറുപടി പറഞ്ഞിട്ടുണ്ടോ? ഇതിൽ വെറുതെ ആക്ഷേപിക്കാൻ വേണ്ടി പറ്റരുത്. ഇവിടെ വളരെ കൃത്യമായിട്ടുള്ള മുഖ്യമന്ത്രി കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. മന്ത്രിസഭാംഗങ്ങൾ, റവന്യൂ വകുപ്പ് മന്ത്രി അടക്കമുള്ള കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. മന്ത്രിമാർ വിവിധ ജില്ലകളിലെ ചാർജ് ഏറ്റെടുത്തിട്ടുണ്ട്. കൃത്യമായ കാര്യങ്ങൾ ഈ ക്യാമ്പുകളിൽ കിട്ടുന്നുണ്ട്. ഒരു സംശയ കാര്യത്തിന് വേണ്ട. പിന്നെ അതിനിടയിൽ പോയി ഇപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ, ഭക്ഷണം കിട്ടുന്നില്ല. ഭക്ഷണ കിറ്റുകൾ എടുത്തുകൊണ്ടുപോയത് ആരാണ്? കഴിഞ്ഞ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പ് നടത്തിയതാരാ? അദ്ദേഹത്തിന്റെ തന്നെ ജില്ല കളമശ്ശേരിയിലെ CPM നേതാക്കന്മാര് സഹകരണ ബാങ്കിന്റെ അക്കൗണ്ടിൽ വന്ന പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിയെടുത്ത് ഓർമ്മയില്ലേ? കേരളത്തിലെ പ്രധാനപ്പെട്ട ചില സിനിമാ മേഖലയുമായി പ്രവർത്തിക്കുന്നവര് ഇവിടെ വലിയ പരിപാടി നടത്തി ലക്ഷക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് വീണ്ടും വീണ്ടും പറയിപ്പിക്കണം. ഇതൊന്നും ജനങ്ങൾ മറന്നിട്ടില്ല എന്നുള്ളത് മറക്കരുത്. ശരി, ശ്രീകുമാറിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീകുമാർ, ഔചിത്യമാണ് പ്രശ്നം. അത് ആരോപണം ഉന്നയിക്കുന്നതിലെ ഔചിത്യമില്ലായ്മയാണോ, മറുപടികളിലെ ഔചിത്യമില്ലായ്മയാണോ, ഈ ദുരന്ത സമയത്ത് മുഖ്യമന്ത്രി നടത്തിയ സന്ദർശനങ്ങളിലെ ഔചിത്യമില്ലായ്മയാണോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? നോക്കൂ ശ്രീമതി സ്മൃതി, നമ്മുടെ നാട് രാഷ്ട്രീയമായിട്ട് വളരെയധികം വിവേകമുണ്ടെങ്കിലും ചില ഘട്ടങ്ങളിൽ ചില പ്രസ്ഥാനങ്ങളിലെ ചില നേതാക്കൾക്ക് സംഭവിക്കുന്ന ചില ബുദ്ധിമോശമാണ് ഇതിൻ്റെയൊക്കെ കാരണം. ഇതിലൊരു രാഷ്ട്രീയം ഉണ്ടെന്നുള്ളത് നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. പ്രളയം ഉണ്ടാവുകയും അതുപോലെ തന്നെ മഴ കനക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ
ക്യാമ്പുകളിലൊക്കെ ഇങ്ങനെ പരാതിയും പരിഭവമൊക്കെ ഉണ്ടാവും, പ്രതിപക്ഷ ആരോപണം ഉന്നയിക്കും, ഭരണപക്ഷം അതിനെ എതിർക്കും. അതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ CPM-ൻ്റെ മുന്നണിയെ തോൽപ്പിച്ച, പിണറായി വിജയനെ തോൽപ്പിച്ച ഒരു തലമുറയുടെ വിവേകത്തെക്കുറിച്ച് ഇപ്പോഴും CPM ബോധവാന്മാരായിട്ടില്ല. അതായത് ഇപ്പോൾ CPM-ൻ്റെ ഇപ്പോഴത്തെ അവരുടെ വക്താക്കളായിട്ട് വരുന്നത് മുഴുവൻ നിരാശാബാധിതരായ ഒരു കൂട്ടമാണ്. അവരുടെ കൈകളിലാണ് ഇന്ന് CPM. അവരാണ് വക്താക്കളായിട്ട് വരുന്നത്. അത് രാജേഷ് ആയാലും രാജീവ് ആയാലും ശിവൻകുട്ടി ആയാലും അവരുടെ എന്നും അവർ പരിഹാസവും അല്ലെങ്കിൽ നുണയും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർ VD സതീശനെ ആക്ഷേപിക്കുമ്പോൾ ഇന്നത്തെ യുവതലമുറ എന്താ കാണുന്നത്? അദ്ദേഹം കഴിച്ചൊരു ആഹാരത്തെക്കുറിച്ചാണ് അവരുടെ സംസാരം മുഴുവൻ. ഇന്നിപ്പോൾ നിർത്തിയിട്ടുണ്ട്. ഇവർ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയല്ല. ആഹാരം കഴിക്കുന്നത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ്, വസ്ത്രം ധരിക്കുന്നത് എന്ത് വസ്ത്രം ധരിക്കണം എന്നൊക്കെ ഇവരല്ലേ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ഈ രീതിയിലേക്ക് ആ പാർട്ടി തരം താഴുന്നതെന്ന് ചോദിച്ചാൽ നിരാശാബാധിതരുടെ ഒരു കരച്ചിൽ എന്ന് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. ശ്രീകുമാർ, തെരഞ്ഞെടുപ്പിൽ ജയവും പരാജയവും സംഭവിക്കുന്നതാണ്. ഇന്ന് നിങ്ങളാണെങ്കിൽ അടുത്ത തവണ മറ്റവർ എന്ന രൂപത്തിലാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഈ പ്രതിപക്ഷത്തുള്ളവർ ഇനിയൊന്നും പ്രതിപക്ഷം എന്ന നിലയിലേക്ക് പ്രതികരിച്ചുകൂടാ എന്നായിക്കൂടാ? അല്ല, ഞാൻ പറഞ്ഞ അതല്ല. ഞാൻ ആ ഭാഗത്തിലേക്ക് വന്നപ്പോഴാണ് സ്മൃതി ഇടപെട്ടത്. ഔചിത്യം എന്ന് ചോദിച്ചില്ല എന്നോട്. ഔചിത്യത്തോടെ പെരുമാറാം. ഇപ്പോൾ ഒരു ദുരിതാശ്വാസ ക്യാമ്പാണെങ്കിലും പ്രളയമാണെങ്കിലും മഴക്കെടുതിയിലെ ഗവൺമെൻറ് ഉണ്ടെന്ന് പ്രവർത്തിച്ചില്ലെങ്കിലൊക്കെ മാന്യമായ ഭാഷയിൽ സംസാരിക്കാം. അതിന് VD സതീശൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നത് എടുത്തു പറയുകയല്ല വേണ്ടത്. അത് ഇപ്പോൾ ചൂരമീൻ കഴിക്കുന്ന ഒരു കാര്യം ദിവാകരൻ്റെ ഒരു പ്രമുഖ CPM നേതാവിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. അതൊക്കെ ആ കാലത്ത് പോലും അതിനെ ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണ്. കാരണം അതൊരു വാർത്തയോ വിഷയമല്ല. ഇന്നത്തെ യുവതലമുറ, പുതിയ ജനറേഷൻ്റെ ഒരു ട്രെൻഡ് VD സതീശൻ അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഇതിലൊക്കെ പ്രതികരണം ആ രീതിയിലേക്ക് ഒതുക്കി പോകുന്നത്. കാരണം CPM ഇപ്പോഴും പഴയ കാലത്ത് ജീവിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തയിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ശ്രീകുമാർ, ഒറ്റ കാര്യം, ഈ ദുരന്തമുഖത്ത് സംസ്ഥാനം നിൽക്കുന്ന ദിവസങ്ങൾ, ഈ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി എന്തൊക്കെ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് അങ്ങീ പറയുന്ന പ്രതിപക്ഷത്തെ വിടൂ, ജനം നോക്കിക്കാണുമല്ലോ. പിറ്റേ ദിവസം ഈ മഴ ദുരന്തത്തിന് പിറ്റേ ദിവസത്തെ പത്രത്തിൽ ആദ്യ പേജിൽ വരുന്ന പരസ്യം എന്നുള്ളത് ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രി ചിരിച്ചു നിന്ന് നാടമുറിക്കുന്ന ചിത്രമാണ്. അതിൽ ഒരു ഔചിത്യക്കുറവ് അങ്ങേക്ക് തോന്നിയില്ലേ? അല്ലാതെ ഔചിത്യക്കുറവല്ലല്ലോ അത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലിത് 2018 പ്രളയമായിട്ട് താരതമ്യം ചെയ്തിട്ടാണ് CPM-ൻ്റെ മുഴുവൻ ആക്ഷേപങ്ങളും. അത് പാടില്ല. ഇതിപ്പോൾ 2 or 3 ജില്ലകൾ നടന്ന സഭ എല്ലാ കാലത്തും ഉണ്ടാകാറുള്ളതാണ്. മഴക്കെടുതി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പുതുമയുള്ള കാര്യമല്ല. അത് ഞാൻ പറഞ്ഞത്. അത് ആ രീതിയിൽ അതിൻ്റെ സ്ഥിരം സംവിധാനമുണ്ട് ശ്രീമതി സ്മൃതി. അതിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരമുള്ള ഒരുപാട് സംവിധാനമുണ്ട്. അവരെ നിയന്ത്രിക്കുകയേ വേണ്ടൂ. അത് കൃത്യമായി നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആ വിഷയമില്ല. ഇപ്പോൾ ഈ ക്യാമ്പിലത്തെ വിഷയം തന്നെ ഇപ്പോൾ സന്ദീപ് ഭാര്യ പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇന്നത്തെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിന് മുമ്പ് കഴിയുന്നില്ല, പകച്ചു നിൽക്കുന്നു മുഖ്യമന്ത്രി. അതിനർത്ഥം എന്താ വെച്ചാൽ ഞങ്ങൾ ഭരിച്ചാൽ മാത്രമേ ഇതൊക്കെ ശരിയാകൂ എന്നുള്ളതല്ലേ. ആ അഹങ്കാരത്തോടുകൂടിയുള്ള ഒരു അഹങ്കാരത്തിൻ്റെ അംശം കലർന്നിട്ടുണ്ട് എന്നുള്ളൊരു ഭാഷ ഇപ്പോഴവർ പ്രയോഗിക്കുകയാണ്. ഞങ്ങളെ പറ്റുള്ളൂ ഭരിക്കാൻ, നിങ്ങൾക്കൊന്നും ഭരിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഏത് തലമുറയോടാണ് പറയുന്നത്? ന്യൂജൻ എന്ന് പറയുന്നതും ജെൻസി എന്ന് പറയുന്നതൊക്കെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. അവർക്കൊന്നും ഇതൊരു വിഷയമല്ല. ഇപ്പോൾ ഈ 2 ദിവസത്തെ CPM-ൻ്റെ ഈ VD സതീശനെതിരായിട്ടുള്ള 2 ദിവസത്തെ പ്രചരണം കൊണ്ട് തന്നെ അവരുടെ അവർക്ക് യുവതലമുറയിലിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു അവഹേളനം എത്രയാണെന്നറിയാം, അവരെക്കുറിച്ചുള്ളത് ഒരു അവമതിപ്പ് എത്രയാണെന്നറിയാമോ? അതിവർ മനസ്സിലാക്കുന്നില്ല. മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതില്ല എന്നൊരു അഭിപ്രായം അങ്ങേക്കുണ്ടോ? അപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞ മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കുന്നു എന്നുള്ളതായിരുന്നല്ലോ. അതുപോലും ഒരു തരത്തിൽ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്. അന്ന് മുഖ്യമന്ത്രിയെ മറ്റ് പരിപാടികളെല്ലാം റദ്ദാക്കിക്കൊണ്ട് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഏകോപനം നടത്തുന്നു. അന്ന് മുഴുവൻ മാധ്യമങ്ങളും വാർത്ത നൽകിയിട്ടുള്ളതാണ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു രീതി. ആ രീതി വേണ്ടതില്ല എന്നൊരു അഭിപ്രായം അങ്ങേക്കുണ്ടോ? ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോൾ നേരത്തെ അരുൺകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ മുഖ്യമന്ത്രി പറയുന്ന ഒരു കണക്ക് വേറെ, റവന്യൂ മന്ത്രി നൽകുന്ന മറ്റൊരു കണക്ക് വേറെ. അത് പലരും ക്യാമ്പിൽ നിന്ന് പോയതുകൊണ്ടാണെന്ന് പറയുന്നത്. പക്ഷേ ആത്യന്തികമായി പുറത്തു വരുന്ന ഒരു കണക്ക് എന്നുള്ളത് ശരിയായ കണക്കായിരിക്കണമല്ലോ. വൈകുന്നേരം ഒരു കൃത്യമായ കണക്കിലേക്ക് എത്തണമല്ലോ. ആ കണക്ക് തന്നെ വേറെ വേറെ കണക്കുകളാണെങ്കിൽ പിന്നെ ഇതിലെന്താണ് ഏകോപനം എന്ന വാക്കിന്റെ അർത്ഥം? അതായത് ഇതൊരു നല്ല ചോദ്യമാണ്. ഈ ഏകോപനം എന്ന് വെച്ചാൽ സാധാരണ ഇതിൽ നമ്മുടെ വികേന്ദ്രീകൃതമായ ഒരു പരിപാടി നമ്മൾ കേരളം 10 വർഷമായിട്ട് കണ്ടിട്ടില്ല. എല്ലാം ഒരാളിലേക്ക് കേന്ദ്രീകരിച്ചിട്ട് വേറൊരാളും പറയാൻ പാടില്ല.
അതാണ് ഇപ്പോൾ കോവിഡ് കാലത്ത് ആദ്യം പത്രസമ്മേളനം നടത്തിയ ഒരു ആരോഗ്യമന്ത്രിയെ മാറ്റിയിട്ട് പിന്നെ അത് മുഖ്യമന്ത്രി ഏറ്റെടുത്ത് നമുക്കറിയാമല്ലോ. അന്ന് തന്നെ വിമർശനം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം അന്ന് അവതരിപ്പിച്ച കണക്കുകളൊക്കെ ശരിയായിരുന്നു. കോവിഡ് കാലത്തെ മരണമൊക്കെ അതൊക്കെ എത്രയോ തെറ്റിപ്പോയിട്ടുണ്ട്. അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവിടെ ഏകോപനം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആധുനിക സംവിധാനത്തിലെ ഏകോപനം എന്ന് പറയുന്നത് ഇപ്പോൾ എന്താ ഇതിലൊരു ജാടയുടെ പ്രശ്നം കൂടി ഉണ്ട് ശ്രീമതി സ്മൃതി. നമ്മൾ ചിലതൊക്കെ നമ്മൾ ജനങ്ങളെ പറ്റിക്കാനായിട്ട് ജാട കാണിക്കണം. എന്താ എവിടെയെങ്കിലും ഒരു ദുരന്ത സ്ഥലത്ത് പോവുക, എന്നിട്ട് കുറച്ച് നേരം മഴ കൊള്ളുക, എന്നിട്ട് അവിടെ ഒരു കുടയൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുക. ഇതൊക്കെ ഇപ്പോഴത്തെ തലമുറ ഇഷ്ടപ്പെടുന്നില്ല. കാര്യങ്ങൾ നടക്കണമെന്നുള്ള ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇമെയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ട് നടത്താവുന്ന കാര്യമാണെങ്കിൽ അവിടെ ജാട കാണിക്കേണ്ട ആവശ്യം എന്താ? ഈ ചേർത്ത് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ അതാണ് ഈ CPM ഇപ്പോഴും വളർന്നിട്ടില്ല. അവരുടെ പണ്ട് AK ബാലൻ പറഞ്ഞു CPM-നെ പൂതലിച്ചു പോകുന്നൊരു ഭാഷ അദ്ദേഹം പ്രയോഗിച്ചു. വിശേഷണം പൂതലിക്കുക എന്ന് വെച്ചാൽ ജീർണിക്കുക എന്ന അർത്ഥം. അപ്പോൾ അവരുടെ ബുദ്ധി ജീർണിച്ചു, ബുദ്ധി പൂതലിച്ചു. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനല്ല ഒരു പ്രതിപക്ഷം നേരിടേണ്ടത്. കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് ശ്രീമതി സ്മൃതി എന്ന് എടുത്തു നോക്കൂ. അവർ ഒരു വ്യക്തി കേന്ദ്രീകൃത ആക്ഷേപ VD സതീശനെതിരെ. ആദ്യം അവർ കറണ്ട് കട്ടിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ PM-ശ്രീയുടെ കാര്യം പറഞ്ഞു, പിന്നെ വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യം പറഞ്ഞു, പിന്നെ കറണ്ട് കട്ടിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ അവസാനം പണ്ട് അവർ തന്നെ തള്ളിക്കളഞ്ഞ നമ്മുടെ ആ പുനർജനിയുടെ വിഷയം കൊണ്ടുവന്നു. ഇങ്ങനെ എല്ലാ വിഷയത്തിലും അവർക്ക് തിരിച്ചടി കിട്ടി. ഇപ്പം എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രിയുടെ ആഹാരശൈലി അത് പറയുന്നത് കേൾക്കണേ CPM നേതാക്കൾ. സത്യം പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ കേരളം ഭരിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ? അവരുടെ കേരളത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ ഈ കാര്യം രേഖപ്പെടുത്തില്ലേ? ഒരു മുഖ്യമന്ത്രിയുടെ ആഹാര രീതിയെ പരിഹസിച്ച ഒരു പാർട്ടി അത് ഗൗരവത്തോടെ കാണണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. നമ്മുടെ നാട്ടിലെ എഴുത്തുകാരൊക്കെ മിണ്ടുന്നില്ലല്ലോ. ഒരു ആഹാര രീതിയെക്കുറിച്ച് പരിഹസിച്ചപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ കഴിഞ്ഞ ദിവസം നടത്തിയ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചതിൻ്റെ വിഭവങ്ങൾ ആരെങ്കിലും അന്വേഷിക്കാൻ പോയിട്ടുണ്ടോ ശ്രീമതി സ്മൃതി? എത്ര മന്ത്രിമാർ ഊണ് കഴിച്ചു? ആരെങ്കിലും അന്വേഷിക്കാൻ പോയിട്ടുണ്ടോ? ഈ പ്രതിപക്ഷ നേതാക്കൾ ഏതൊക്കെ ഹോട്ടലിൽ പോയിട്ട് എന്തൊക്കെയാണ് കഴിച്ചെന്നുള്ളത് നമുക്കറിയോ? അതൊരു വീട്ടിൽ പോയപ്പോൾ സന്ദീപ് വാര്യർ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ താല്പര്യം ഒരു ആഗ്രഹം ഒരു മുഖ്യമന്ത്രി വന്നപ്പം ഒരു പടം എടുത്തിട്ടു. അതുമേ പിടിച്ചിട്ടാണോ ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ ആക്ഷേപം ഉന്നയിക്കുന്നത്? അവർക്ക് മാന്യമായിട്ട് ഉന്നയിക്കാവുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ ഇതിൽ മിന്നൽ മഴയാണെന്നും ഇത് മേഘവിസ്ഫോടനമാണെന്നും ജനങ്ങൾക്കറിയാം. പക്ഷേ ഇത് മേഘവിസ്ഫോടനമല്ലെന്നും ഇത് ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു പ്രളയമാണെന്നും ഒരു പ്രതിപക്ഷ പാർട്ടി 5-10 വർഷം പഠിച്ചൊരു പ്രതിപക്ഷ പാർട്ടി പറയുമ്പോൾ ജനം വിശ്വസിക്കില്ല. അതിൽ ഞാൻ ഈ CPM നേതാവ് ക്യാമ്പിൽ പോയിട്ട് ആ വൃദ്ധയായ അമ്മയെക്കുറിച്ച് കൊണ്ട് പറയിപ്പിച്ചൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അത് ഇവരുടെ സ്ഥിര ശൈലിയാണ്. അതൊന്നൊരു പുതുമയില്ല, ആരും വിശ്വസിക്കില്ല. അതൊക്കെ നമ്മുടെ നാട്ടിലത്തെ ജനങ്ങളെല്ലാം പരിഹാസത്തോടെ കാണുള്ളൂ. പക്ഷേ CPM-ന് ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ CPM ഇക്കാലത്ത് ഇത്രത്തോളം രാഷ്ട്രീയമായിട്ട് അവർക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ എന്ന് വെച്ചാൽ കൃത്യമായൊരു വിവേചനത്തോടുകൂടി ഔചിത്യത്തോടുകൂടി ഭരണപക്ഷത്തെ വിമർശിക്കാൻ അവർക്ക് പറ്റുന്നില്ലെന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നത്തെ ഗോവിന്ദമാഷ്ട പ്രസ്താവന നിസ്സാരമായിട്ട് നമുക്ക് തോന്നാം. പകച്ചു നിൽക്കുന്നു, ഭരിക്കാൻ പക്വതയില്ലാതെ നിൽക്കുന്നു, വിറങ്ങലിച്ച് നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? LDF അല്ലാതെ മറ്റാരുണ്ടെന്ന് ചോദിച്ചവരെ ജനം പുറത്താക്കിയത് 2 മാസം മുമ്പല്ലേ? അപ്പോഴും അഹങ്കാരം തീർന്നിട്ടില്ല. ഇത് ജനം വിശ്വസിക്കുമോ? VD സതീശൻ എന്ന മുഖ്യമന്ത്രി നടത്തുന്ന കാര്യങ്ങളും പ്രളയത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും MLA-മാർ മന്ത്രിമാർ പണ്ട് മന്ത്രിമാർ ആരെങ്കിലും അഭിപ്രായം പറയുമായിരുന്നോ? ഇപ്പോൾ AP അനിൽകുമാറിനാണ് ചുമതല, അദ്ദേഹം പറയും. വിഷ്ണുനാഥ് അഭിപ്രായം പറയും. അതുപോലെ തന്നെ എല്ലാ മന്ത്രിമാരും MLA-മാർക്ക് ഇന്ന് അവരുടെ കാര്യങ്ങൾ പറയാം. പണ്ട് സജി ചെറിയാൻ അറിയാമല്ലോ, അന്ന് അദ്ദേഹം എത്രത്തോളം അദ്ദേഹം ചെങ്ങന്നൂരിലത്തെ കാര്യം പറഞ്ഞു. അപ്പോൾ അന്ന് ഒരു പ്രതിപക്ഷം അന്നത്തെ പ്രതിപക്ഷം പറഞ്ഞില്ലല്ലോ, നിങ്ങളൊന്നും ചെയ്യുന്നില്ലെന്നല്ലല്ലോ പറഞ്ഞത്. അന്ന് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ കൂടെ പോവുകയല്ലേ ചെയ്തത്. അപ്പോൾ വെറുതെ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കുക. എന്നിട്ട് ഒരു ഹെലികോപ്റ്റർ ഒരു യാത്ര മുഖ്യമന്ത്രി വിശദീകരിച്ച ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ജനങ്ങൾക്ക് മനസ്സിലായി. പിന്നെ CPM വിശദീകരിച്ച ആര് കേൾക്കാനാണത്? അപ്പോൾ CPM-ൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പുതിയ കാലത്തേക്ക് ചിന്തിക്കൂ. പഴയകാല രാഷ്ട്രീയം 1957, 60, 70 ഈ വൃദ്ധമാതാക്കളെ നിങ്ങൾ ഒരുപാട് പറ്റിച്ചിരുന്നു. അവരുടെ കൂരകളിലും കുടിലുകളിലൊക്കെ പോയിട്ട് നിങ്ങൾ ഒരുപാട് പറ്റിച്ചിരുന്നു. ആ പറ്റിച്ച ആ കാലത്ത് നിന്ന് നിങ്ങൾ മാറിയിട്ടില്ല, നിങ്ങളുടെ ബുദ്ധി മാറിയിട്ടില്ല. കഴിഞ്ഞ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയ വിശദീകരണം അങ്ങേക്ക് എത്രത്തോളം ബോധ്യമാകുന്നതാണ്? ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് ശരിയാണ്, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ വന്നിരിക്കുന്ന കരാറാണ്. ആ കരാർ അടുത്ത മാസം 19-നെ അവസാനിക്കുകയുള്ളൂ. അതിനുശേഷം ആ കരാർ തുടരുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അതവിടെ നിൽക്കട്ടെ. അപ്പോഴും ആ ഹെലികോപ്റ്റർ ഉപയോഗിക്കുമ്പോൾ അത് ഔദ്യോഗിക ആവശ്യത്തിനാണെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം അദ്ദേഹം വിശദീകരിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം അവിടെ നിൽക്കുമ്പോൾ, വിശദീകരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പകുതി പറഞ്ഞ് അത് ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടതില്ല എന്ന രൂപത്തിൽ ഒരു മറുപടി നൽകുന്നത് എന്തിനാണ്?
ഒരു മുഖ്യമന്ത്രി ഒരു കാര്യത്തിലൊരു അഭിപ്രായം പറഞ്ഞാൽ അതിൽ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യേണ്ടത് പൗരൻ്റെ കടമയാണ്. ആ വിശ്വാസം പ്രതിപക്ഷം ഒരിക്കലും മുഖവിലേക്ക് എടുക്കില്ല എന്നുള്ളത് രാഷ്ട്രീയ സത്യവുമാണ്. അതുകൊണ്ട് അതൊരിക്കലും ആ വിവാദം അവസാനിക്കില്ല. മുഖ്യമന്ത്രി പറഞ്ഞ എന്താണ്, ആ ഹെലികോപ്റ്ററിൻ്റെ ഞാനായിട്ട് ആ ഹെലികോപ്റ്ററിന് നഷ്ടം ഉണ്ടാക്കിയിട്ടില്ല. സ്റ്റേറ്റിന് അതേ അറിയേണ്ട കാര്യമുള്ളൂ, ജനങ്ങൾക്കത് അറിയാൻ കാര്യമുള്ളൂ. മുഖ്യമന്ത്രി സ്വന്തമായ രീതിയിൽ സ്റ്റേറ്റിൻ്റെ ഹെലികോപ്റ്റർ എടുത്തിട്ട് പോയതില്ലേ സ്റ്റേറ്റിന് എത്ര നഷ്ടം, അതാണ് ചോദ്യം. ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. കാരണം മുൻ ഗവൺമെൻറ് വാടക കൊടുത്ത ഹെലികോപ്റ്ററാണ് അദ്ദേഹം എടുത്തത്. അതിൽ അദ്ദേഹം പറഞ്ഞ ന്യായീകരണത്തെ വിശ്വസിക്കാം. കാരണം മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്, വിശ്വസിക്കാതിരിക്കാം. അത് ആ പറയേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കും, വിശ്വസിക്കണോ വേണ്ടേ എന്നുള്ള ബാധ്യത ജനങ്ങൾക്കും പ്രതിപക്ഷത്തിനും ഉള്ളതാണ്. പക്ഷേ മുഖ്യമന്ത്രി നുണയെ പറയൂ, കള്ളം കള്ളം കള്ളം. ഈ CPM അവരുടെ ഒരു നയമാണ് ഇപ്പോൾ നുണ, പരിഹാസം, അശ്ലീലം. ഇത് മൂന്ന് CPMൻ്റെ നയമായിട്ട് കുറേ കാലമായി. ഇപ്പോൾ അവർ കഴിഞ്ഞ 2 മാസമായിട്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം അവർ ഈ നുണ എന്നുള്ളത് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കള്ളം പറയുക, കള്ളം പറയുക. ഇങ്ങനെ കള്ളം പറയുക എന്ന് വെച്ചാൽ ആരോടാ പറയുന്നത്? ഈ ദിവസവും ഈ സോഷ്യൽ മീഡിയയും പത്രവും TV ഒക്കെ കാണുന്ന ജനങ്ങളോടെ. ഇപ്പോൾ ആ മറ്റേ ദുരിതാശ്വാസ ക്യാമ്പിലത്തെ ആ അമ്മൂമ്മയുടെ അഭിപ്രായത്തെക്കുറിച്ച് വന്ന കാര്യം തിരിച്ചടിയായോ CPMന്? നാളെ ഇവർ സത്യം പറഞ്ഞാൽ തന്നെ ജനം വിശ്വസിക്കുമോ? അപ്പോൾ CPM ചിന്തിക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ ജനം വിശ്വസിക്കാത്തൊരു സമയമായത്. കാരണം നിങ്ങൾ തോറ്റതെന്നാന്ന് നിങ്ങൾക്ക് പോലും മനസ്സിലാകാതെ, നിങ്ങൾ തോറ്റ എന്തുകൊണ്ടാണെന്ന് പാർട്ടി പ്രവർത്തകർക്ക് പോലും ബോധ്യപ്പെടാത്തൊരു കാലത്ത് നിങ്ങൾ ആരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അതുകൊണ്ട് ഈ പ്രളയ ദുരിതാശ്വാസ സമയത്ത് ഗവൺമെൻറ് എടുക്കുന്ന ചില നടപടികളുണ്ട്. ആ നടപടികൾ കൃത്യമാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. 102 MLA-മാരുടെ മണ്ഡലങ്ങളുണ്ട് ഇവിടെ. ആ 102 MLA-മാർ നോക്കിക്കോളും. ബാക്കിയുള്ള 35 MLA-മാരുടെ മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് നോക്കുന്നതെന്ന് അവർ നോക്കിക്കോളും. അതല്ലാണ്ട് ഇവരിപ്പോൾ ഒരു CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയോ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റോ യോഗം ചേർന്നിട്ട് ഇവർക്ക് ഭരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാ? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പ്രതിപക്ഷത്തിരിക്കുന്നു. നമ്മൾ 5 വർഷം ഈ VD സതീശനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് തൊട്ട് തുടങ്ങിയതാ. തൃക്കാക്കര കഴിഞ്ഞു, പുതുപ്പള്ളി കഴിഞ്ഞു, പാലക്കാട് കഴിഞ്ഞു, വയനാട് കഴിഞ്ഞു, നിലമ്പൂർ കഴിഞ്ഞു, മറ്റേ ചേലക്കര കഴിഞ്ഞു, ഇപ്പോൾ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. എന്നാലും VD സതീശനെ ഇവരെ വിമർശിച്ചാൽ, എപ്പോഴും നെഗറ്റീവായിട്ട് ഒരാളെ എപ്പോഴും വിമർശിച്ചുകൊണ്ടിരുന്നാൽ അയാൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നവർ മനസ്സിലാക്കേണ്ട വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയെ കടന്നാക്രമിക്കുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ ജനം നിരീക്ഷിക്കും, പഠിക്കും. അതുകൊണ്ട് അപ്പോൾ ആ വ്യക്തി ചെയ്ത തെറ്റെന്താണ്? ഇപ്പോൾ ഈ ഹെലികോപ്റ്റർ കൃത്യമായിട്ട് തന്നെ VD സതീശൻ പറഞ്ഞപ്പോൾ നാളെ അന്വേഷിക്കാമല്ലോ. ആരാണ് വാടക കൊടുത്തിട്ടത്? 25 ലക്ഷം രൂപ വാടക കൊടുത്തിട്ടത്. താൻ പോയാലും പോയില്ലെങ്കിലും ആ വാടക കൊടുക്കേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ആരാണ് അവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്? അത് ഇവർ മനസ്സിലാക്കുന്നില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം 1 മണിക്കൂർ വാർത്ത മാത്രമേ ഇവർക്ക് ഉദ്ദേശമുള്ളൂ. ഒരു CPMനെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ഭൂതകാലത്തിനും ഭാവി കാലത്തിനും വർത്തമാനത്തെ കാണുന്നതിനൊപ്പം തന്നെ ഭൂതകാലത്തിൽ അഭിരമിക്കാതെ വർത്തമാനകാല സവിശേഷത മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാനായിട്ട്. അല്ലെങ്കിൽ AK ബാലൻ പറഞ്ഞ പോലെ ബുദ്ധിയും പൂതലിച്ചു പോകും. ശരി, ഞാൻ ശ്രീ ബിജി എബ്രഹാമിലേക്ക് വരാം. ശ്രീ ബിജി എബ്രഹാം, നേരത്തെ ശ്രീ N. ശ്രീകുമാർ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, പിണറായി വിജയൻ എല്ലാം തന്നിലേക്ക് കേന്ദ്രീകരിക്കുകയായിരുന്നു. വികേന്ദ്രീകൃത നിലപാട് എങ്ങനെയായി, പരിപാടികൾ എങ്ങനെയെന്നുള്ളതിൽ ഒരു വ്യക്തതയില്ലാത്ത സർക്കാരായിരുന്നു മുൻപ് ഭരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. എല്ലാ മന്ത്രിമാർക്ക് വീതിച്ചു കൊടുത്തിരിക്കുന്നു, മന്ത്രിമാർക്ക് ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു, അവർ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. എല്ലാം VD സതീശൻ വിശദീകരിക്കണമെന്നുള്ള ശാഠ്യം എന്തിനാ എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഈ കൊമ്പനും മുമ്പേയും വമ്പനും പിമ്പയും പോവരുതെന്ന് മലയാളത്തിലൊരു ചൊല്ലുണ്ട്. ഈ പ്രതിസന്ധികളെ, ദുരന്തങ്ങളെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് കേരളത്തിലെ കഴിഞ്ഞ 10 വർഷക്കാലം LDF ഗവൺമെൻറ് നമ്മുടെ മുമ്പിൽ ഒരു കൃത്യമായ ചിത്രം വരച്ചു തന്നിട്ടുണ്ട്. ദേശീയ അന്തർദേശീയ ഏജൻസികൾ, ദേശീയവും അന്തർദേശീയവുമായ മാധ്യമങ്ങൾ, കേരളത്തിലെ ഗവൺമെൻറ് എങ്ങനെയാണ് ഒരു പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കാൻ സ്വീകരിക്കുന്ന മാർഗങ്ങൾ, കേരള ഗവൺമെൻറ് ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രൊസീജിയറുകൾ പോലും അവരേറെ പ്രശംസിച്ചിട്ടുണ്ട്. ഈ ഒരു പരിസരത്തിലാണ് UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഏതാണ്ട് 3 മാസത്തോളം കഴിഞ്ഞു. അവരുടെ ഒരു ഹണിമൂൺ പീരീഡ് ഒക്കെ തന്നെ കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ ഈ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി അവർ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. LDFന്റെ ആദ്യഘട്ട ഭരണത്തിൽ 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിലാണ് നമുക്കറിയാം ഓക്കി മുതൽ ചുഴലിക്കൊടുങ്കാറ്റുകൾ, അതേപോലെ വെള്ളപ്പൊക്കം, ഉരുളുപൊട്ടലുകൾ, തുടർന്ന് ഒട്ടനവധി പ്രകൃതിയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, ഫലപ്രദമായി നേരിട്ടത് എന്നുള്ള ഒരു ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. തുടർന്ന് കോവിഡ് പോലുള്ള വലിയ പാൻഡമിക് പോലും ഈ സൂനോട്ടിക് ആയിട്ടുള്ള
സൂനോട്ടിക്കായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ് കോവിഡ് അടക്കമുള്ളത്. അതും കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടും പ്രകൃതിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള ഒരു പ്രശ്നമാണെന്നുള്ള ചർച്ചയുണ്ട്. രണ്ടാമത്തെ ഒരു പീരീഡിൽ LDF ഗവൺമെന്റിന്റെ രണ്ടാമത്തെ ഭരണകാലഘട്ടത്തിൽ ഗവൺമെന്റ് നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ ശ്വാസം മുട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടർന്ന് 2024 വയനാട് വെള്ളരിമല ചൂരൽമലയിൽ ഉണ്ടായിരിക്കുന്ന ദുരന്തം, വലിയ ഒരു ഉരുൾപൊട്ടൽ, വലിയ ജീവനാശം ഉണ്ടായിരിക്കുന്നു, ആളുകൾക്ക് വലിയ തരത്തിലുള്ള നാശം ഉണ്ടായിട്ടുണ്ട്. അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് ഗവൺമെന്റ് അവർക്കൊരു ടൗൺഷിപ്പ് തന്നെ വയനാട്ടിൽ വെച്ചു കൊടുക്കുന്നതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. എത്ര ഫലപ്രദമായിട്ടാണ് ഗവൺമെന്റ് അവിടെ ഇഫക്റ്റീവായിട്ടാണ് ഇടപെട്ടത്. അത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അത് സ്തംഭനാവസ്ഥയിലാണ്. UDFന്റെ ഭരണകാലഘട്ടത്തിൽ അവർ സെപ്പറേറ്റ് ആയിട്ട് ആപ്പ് ഉണ്ടാക്കി പിരിച്ച പണം പോലും എവിടെയാണെന്നുള്ളത് ഇന്ന് ആളുകൾ അറിയത്തില്ല. ഇത്തരത്തിലുള്ള ഒരു സംവിധാനമായിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. ഇന്ന് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ജനങ്ങൾക്ക് ബോധ്യമായൊരു കാര്യമുണ്ട്. പുത്തൻ അരിയിൽ തന്നെ കല്ല് കടിച്ചു എന്ന് നമ്മൾ പ്രചരിമയാണ്. ഇവിടെ മുൻകൂട്ടി ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് കൃത്യമായ സമയത്ത് വ്യക്തമായ മുന്നറിയിപ്പ് നൽകുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. റാന്നിയിലും ഒക്കെയുള്ള പ്രദേശങ്ങളിൽ പത്തനംതിട്ടയുടെ കിഴക്കൻ ഭാഗത്തുണ്ടായ മഴയുടെ ഭാഗമായിട്ട് ജനങ്ങളുടെ ഒരുപാട് വീടുകളിൽ വെള്ളം കയറുന്നു, അവരുടെ വസ്തുവകൾ നഷ്ടപ്പെടുന്നു, അവരുടെ കച്ചവട സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ അവർ സ്വരൂപിച്ചു വെച്ചിട്ടുള്ള അവരുടെ ചരക്കെല്ലാം തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് മുൻകൂട്ടി ആളുകൾക്ക് നൽകാൻ പറ്റാത്തതിൻ്റെ ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. മറ്റൊന്ന്, ഈ വൈകി വരുന്ന റെഡ് അലേർട്ടുകൾ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ. ഈ ഒരു പരിസരത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പ്രശ്നത്തെ സംസാരിക്കേണ്ടത്. ഈ ദുരന്ത നിവാരണ അതോറിറ്റിയും റവന്യൂ വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തമ്മിലുള്ള ഒരു ഏകോപനം ഇല്ലായ്മ വലിയ ഒരു ദുരന്തം ഇവിടെ സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പം സ്മൃതി മേഡം തന്നെ ആദ്യഘട്ടത്തിൽ ബിജിലി മോൻ എന്ന് പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേര് ബിജിലി P. ഈശോ എന്നാണ്. അദ്ദേഹം എൻ്റെ അടുത്ത നാട്ടുകാരനാണ്. അദ്ദേഹത്തെ ഞാൻ മുൻപ് പല ആവർത്തി കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. നാട്ടിലൊരു മികച്ചൊരു പൊതുപ്രവർത്തകനാണ്. ഏതാണ്ട് 3 പ്രാവശ്യത്തോളം അദ്ദേഹം ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പറായിട്ടും വിവിധ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു കോമ്രേഡാണ് അദ്ദേഹം. ഈ പറയുന്ന ഈ അമ്മയുടെ കുടുംബം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ പരാമർശിച്ച അമ്മയുടെ കുടുംബമൊക്കെ ഒരു കോൺഗ്രസ് പശ്ചാത്തലത്തിലുള്ള ഒരു കുടുംബം. അവരുടെ മകള് കോൺഗ്രസുമായി ഒക്കെ ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളും കൂടിയാണ്. ആ അമ്മയുടെ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു വിജയന്റെ കാലഘട്ടത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അവർക്ക് ലഭിച്ച സമാശ്വാസവും ഓണമല്ലായിരുന്നോ ഓണം എന്നുള്ള രീതിയിൽ അവർ പ്രതികരിച്ചത്. പിന്നീട് ഈ കോൺഗ്രസിന്റെ ആളുകൾ തന്നെ അവരെ കണ്ട് ഭീഷണിപ്പെടുത്തി മകള് തന്നെ ഈ പറയുന്ന അമ്മയോടത്ത് ഇത്തരം പ്രതികരണങ്ങൾ നടത്തരുതെന്ന് പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് അവർ തിരുത്തി പറഞ്ഞിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. രണ്ട് പ്രതികരണങ്ങളും നമ്മൾ കണ്ടു. ഇതിൽ ആദ്യത്തേതാണ് ശരിയെന്നും രണ്ടാമത്തത് തെറ്റാണ് എന്നും അങ്ങേക്ക് പറയാം. പക്ഷെ അതെങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുക? രണ്ട് പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണല്ലോ. ഇത് ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം പ്രതികരണങ്ങൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. അതൊരു ശരിയായ സമീപനമാണോ ശ്രീ ബിജി എബ്രഹാം? അല്ല, ഇത്തരം ഒരു പ്രതികരണത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രം ഉള്ള ഒരു വിലയിരുത്തലല്ല. ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്തുത ക്യാമ്പിലാണെങ്കിൽ തന്നെ മർത്തോമ സഭയുടെ ഒരു സ്കൂളിലാണ് ഈ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ഈ സമയത്ത് ഇപ്പൊ അവിടുത്തെ സുഹൃത്തുക്കൾ വിളിച്ചിട്ട് പറയാ അവിടെ വെള്ളമില്ല, വെളിച്ചവും ഇല്ല, 2-3 മെഴുകുതിരിയാണ് അവർക്ക് ആകെ കൊടുത്തിരിക്കുന്നത്. പള്ളിക്കാര് അവിടുത്തെ ചില സുഹൃത്തുക്കൾ ഭക്ഷണം ഇന്ന് അവിടെ അല്ല അങ്ങനെയല്ല ശ്രീ ബിജി എബ്രഹാം. നമുക്ക് ഇങ്ങനെ ഏറ്റവും മനോഹരമായ ഒരു സാഹചര്യമാണ് ക്യാമ്പുകളിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കറണ്ട് ഇല്ല എന്നുള്ളൊരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അതിന്റെ പ്രതിസന്ധിയെക്കുറിച്ച് KSEB തന്നെ വാർത്താക്കുറിപ്പ് ഇറക്കിയതാണ് ഞാൻ അല്പം മുമ്പ് വായിച്ചത്. അപ്പോൾ കറണ്ട് ഇല്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ അതുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിലാണ്. ഈ കറണ്ടും ഈ വിഷയം തമ്മിൽ എങ്ങനെയാണ് അങ്ങ് പറഞ്ഞ ഭക്ഷണം കിട്ടാത്തൊരു വിഷയം ഉണ്ടെങ്കിൽ അത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അതൊക്കെ ഒരു അരമണിക്കൂർ 1 മണിക്കൂറിനപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന വിഷയങ്ങളായി അങ്ങീ പറയുന്ന പ്രദേശത്തുണ്ടായിട്ടുണ്ടോ? ഞാൻ ഈ കഴിഞ്ഞ 2018 ചെങ്ങന്നൂർ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ 2800-ൽ പരം ആളുകളെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ആ ക്യാമ്പിന് നേതൃത്വം നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ 1-ാം ദിവസം തന്നെ ഞങ്ങളുടെ ക്യാമ്പസിലാണെങ്കിൽ 28 ബാത്റൂംസ് ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രദേശത്ത് കൂടുതൽ ആളുകൾ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമ്പായിരുന്നു. മഴവെള്ളം കറണ്ട് ഇല്ല എങ്കിലും വെള്ളം മോട്ടർ അടിച്ച് ടാങ്കിൽ വെള്ളം പമ്പ് ചെയ്യാൻ സാഹചര്യമില്ലെങ്കിലും മഴവെള്ളം സംഭരിച്ച്
വെക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ ക്യാമ്പിൽ ആ കാലത്ത് പ്രതിസന്ധി ഉണ്ടായില്ല എന്ന് മാത്രമല്ല അന്നേ ദിവസം ആദ്യത്തെ ദിവസം തന്നെ രാവിലെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ ഭക്ഷണം ഇല്ലാതിരുന്നിട്ടും ഈ നാട്ടിലെ DYFI അടക്കമുള്ള സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർ ധാരാളമായിട്ടുള്ള പൊതിച്ചോറുകൾ കെട്ടി ഞങ്ങളുടെ ക്യാമ്പിൽ എത്തിച്ച് ഉള്ള അനുഭവം ഞങ്ങൾക്കുണ്ട്. ഒരു പ്രതിസന്ധിയും ഇല്ലാതെ ഡേ 1 മുതൽ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് എന്ന് വേണമെങ്കിൽ പറയാം എന്ന രീതിയിൽ തന്നെ ഒരു ക്യാമ്പിന് നേതൃത്വം നൽകാനും ആ ക്യാമ്പ് ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുപോയ ഇങ്ങനെ സന്നദ്ധ പ്രവർത്തനത്തിലേക്ക് ആളുകൾക്ക് ഇറങ്ങുന്നതിൽ എന്താണ് തടസ്സം വിജയ് എബ്രഹാം? ഭക്ഷണം എത്തിക്കാമല്ലോ, കൊടുക്കാമല്ലോ, ഒരു തടസ്സവുമില്ല. ആള് സന്നദ്ധ പ്രവർത്തകരാണോ ആദ്യം ഇറങ്ങേണ്ടത്, ഗവൺമെന്റിന്റെ മെഷീനറി ആണോ ആദ്യം പ്രവർത്തിക്കേണ്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് മാഡം. ഇന്നലെ പഴകുളം മധു റാന്നിയിൽ പറയുന്നത് അദ്ദേഹത്തിന് വലിയ ഞാനൊന്ന് പറയട്ടെ, ഞാൻ പൂർത്തീകരിക്കാനായിട്ട് അനുവദിക്കൂ. ഇന്നലെ പഴകുളം മധു തന്നെ റാന്നി MLA അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു വലിയ ഒരു ദുരന്തമുണ്ടായി. അദ്ദേഹം റോഡിൽ വന്ന് ക്യാമറമാന്മാരോട് ഉള്ള സംസാരത്തിൽ പറയുന്നുണ്ട് സന്നദ്ധ പ്രവർത്തകർ വരൂ, എല്ലാ സന്നദ്ധ പ്രവർത്തകരും വരൂ, ഞങ്ങളെ സഹായിക്കൂ എന്നുള്ളത്. അവിടെ ഓർക്കണം, ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA ആണ് ഇത്തരത്തിലൊരു ആഹ്വാനം ചെയ്യുന്നത്. ആദ്യമേ ഇടപെടേണ്ടെന്ന് റവന്യൂ വകുപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ ഒക്കെ തന്നെ സ്തംഭിച്ചു നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യമല്ല മുൻകാലങ്ങളിൽ ദുരന്തങ്ങളെ നേരിട്ട് പോയ LDF ഗവൺമെന്റ് മുൻപോട്ട് വെച്ചിട്ടുള്ളൊരു മാതൃക. ഒരു മുൻപ് മാതൃക എന്ന് പറയുമ്പോൾ ആദ്യം ആര് പ്രതികരിച്ചു എന്നാണ് വിജയ് എബ്രഹാം? അത് വിശദീകരിച്ചു പോകും. ആദ്യം ആര് പ്രതികരിച്ചു? MLA ആദ്യം പ്രതികരിക്കേണ്ടതില്ല എന്നങ്ങ് പറയുന്നു. അപ്പൊ ആദ്യം ആര് പ്രതികരിക്കണമായിരുന്നു? അല്ല, അങ്ങനെയല്ല മാഡം, അങ്ങനെയല്ല. MLA ആദ്യം പ്രതികരിക്കേണ്ട എന്നുള്ളതല്ല, സന്നദ്ധ പ്രവർത്തകരെ ആദ്യം വിളിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അടിച്ചു വാരുന്ന റാന്നി MLA അല്ലേ കണ്ടത്? ചൂലെടുത്ത് അടിച്ചു വാരുന്ന റാന്നി MLA നമ്മൾ കണ്ടില്ലേ? തുടർച്ചയായിട്ട് അങ്ങ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ചോദ്യമാണ്, ഒന്ന് സംസാരിക്കാൻ അനുവദിക്കും. നിങ്ങൾ തുടർച്ചയായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് അല്ലല്ല സന്ദീപ് പ്ലീസ്, താങ്കൾ സംസാരിച്ചപ്പോഴൊന്നും ഞാൻ അതിനകത്ത് ഇടപെട്ടില്ല. കഴിഞ്ഞ ദിവസം കോഴഞ്ചേരിയില് ഈ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി ആശുപത്രിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം കൂടെ ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. രോഗികളെ മുഴുവനും പറഞ്ഞു വിടുകയാണ്. അവിടെ കിടപ്പ് രോഗികളായിരുന്നവരെ മുഴുവനും പറഞ്ഞു വിടുകയാണ്, അവരെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഇതാണ് അവിടെ സാഹചര്യം. അവിടെ സമാന്തരമായിട്ട് കറണ്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ വെള്ളമില്ലാത്ത കാരണങ്ങൾ കൊണ്ട് രോഗികളെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഇവിടെ ഈ ക്യാമ്പുകളിലും ഒക്കെ ഈ പ്രശ്നമാണ് നേരിടുന്നത്. കിടപ്പ് രോഗികൾ ധാരാളം ഈ പ്രദേശത്തുണ്ട്. ഇവർ ക്യാമ്പുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ചികിത്സിക്കാൻ വേണ്ട സംവിധാനമോ ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനം നടത്താനുള്ള സംവിധാനമൊന്നുമില്ല. ഗവൺമെന്റ് മെഷീനറി ഇവിടെ സ്തംഭിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പഴകുളം മധു റാന്നി MLAക്ക് സന്നദ്ധ പ്രവർത്തകരെ ക്ഷണിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടെ ഞാൻ ചൂണ്ടിക്കാണിച്ചോട്ടെ. 30-ാം തീയതിയോ 29-ാം തീയതി 28-ാം തീയതിയോ കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ എന്ത് കഴിച്ചു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച പ്രശ്നമല്ല. കേരളത്തിൽ ഇങ്ങനെ ഒരു വലിയ ദുരന്തം പത്തനംതിട്ടയിലും കോട്ടയം ജില്ലയിലും ഇടുക്കി ജില്ലയിലും ഉണ്ടായ സമയത്ത് അദ്ദേഹം ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്ത് അമ്മായിയച്ഛനെ കാണാൻ പോയതും വിരുന്നുണ്ണാനായിട്ട് സൽക്കാരത്തിനായിട്ട് മലപ്പുറത്ത് പോയതും ഒരു ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. ജുവല്ലറി ഉദ്ഘാടനത്തിന് പോയത് ഒരു ഗുരുതരമായ പ്രശ്നമാണ്. അദ്ദേഹത്തിന് ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് റാന്നിയിലും അല്ലെങ്കിൽ പാലായിലും ഈരാറ്റുപേട്ടയിലുമുള്ള ദുരന്ത പ്രദേശങ്ങൾ അദ്ദേഹം സന്ദർശിച്ച് ആ ജനങ്ങൾക്കൊരു ആശ്വാസം പകർന്നിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈ ദുരന്ത പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക് അത് മനസ്സിലാകാമായിരുന്നു. മറിച്ച് അദ്ദേഹം ഇന്ന് പത്രസമ്മേളനത്തിനകത്ത് പറഞ്ഞതുപോലും വാസ്തവവിരുദ്ധമായ കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം വെളിപ്പെടുത്തണമായിരുന്നു ആരെയാണ് അദ്ദേഹം കാണാനായിട്ട് പോയത്. വ്യവസായ പ്രമുഖരെ കാണാനായിട്ടാണ് അദ്ദേഹം ഹെലികോപ്റ്ററിൽ പോയെന്ന് പറയുന്നു. അത് തന്നെ വസ്തുത വിരുദ്ധമായ കാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഈ ഒരു ജനങ്ങൾക്ക് ആശ്വാസം നൽകേണ്ടതിന് പകരം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കും. മടങ്ങിയെത്താം. സന്ദീപ് വാര്യർ അങ്ങ് പറയാനിരുന്നത് വളരെ വേഗത്തിലൊന്ന് പറയണം, അതിനുശേഷം ഒന്ന് അരുൺകുമാറിലേക്ക് പോകണം. അല്ല, ഇതിൽ ഈ ഇടത് നിരീക്ഷകനായിട്ട് വന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വലിയ കോൺട്രഡിക്ടറിയാണ്. അദ്ദേഹം ആദ്യം പറഞ്ഞു പിണറായി സർക്കാരിൻ്റെ കാലത്ത് എല്ലാം ശരിയാക്കി, എല്ലാ സിസ്റ്റം ശരിയാക്കി വെച്ച് പോയതാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു 60-90 ദിവസത്തിനകം ആ സിസ്റ്റം മുഴുവൻ ഇല്ലാതെ അദ്ദേഹം തന്നെ പിന്നീട് പറയുന്നു ഏകോപനം ഉണ്ടായില്ല, ഡിസാസ്റ്റർ മാനേജ്മെന്റും സർക്കാരും തമ്മിലൊന്നും ഏകോപനം ഇല്ലെന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ SOP നിങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത് 3 മാസം കൊണ്ട് ഇല്ലാതാവുന്നത്? സ്വാഭാവികമായിട്ടും അത്തരം ഒരു കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ ചെയ്തിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അന്ന് പ്രളയകാലത്ത് നിങ്ങൾ എങ്ങനെയാണ് ഈ കേരളത്തെ കൈകാര്യം ചെയ്യുന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം
ബോധ്യം എല്ലാവർക്കും ഉണ്ട്. അത് സംബന്ധിച്ച് ഒട്ടേറെ പഠന റിപ്പോർട്ടുകളും വന്നിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെയും സൂചിപ്പിച്ചു. C&AG റിപ്പോർട്ട് അടക്കം ഞാൻ സൂചിപ്പിച്ചു. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ, അദ്ദേഹം അരുണും നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ മറുപടി പറയാൻ വിട്ടുപോയ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഓറഞ്ച് അലർട്ടാണ് വന്നിട്ടുള്ളത്. ആ ഓറഞ്ച് അലർട്ട് എപ്പോഴും വരുന്നതാണ്. ഓറഞ്ച് അലർട്ട് പ്രകാരം ജനങ്ങളെ മാറ്റി താമസിപ്പിക്കേണ്ടതില്ല. പക്ഷേ റെഡ് അലർട്ട് പോലെ വന്നിട്ടില്ല. പക്ഷേ ഓറഞ്ച് അലർട്ടിൽ പറഞ്ഞതിനെ എത്രയോ ഇരട്ടി മഴയാണ് ഇവിടെ പെയ്തു പോയത്. ഒരു മേഘവിസ്ഫോടനം പോലെ പെയ്തു പോയത്. അപ്പൊ സ്വാഭാവികമായിട്ടുണ്ടായ കാര്യം. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് വിദഗ്ധർ തന്നെ പറയുന്ന ഓറഞ്ച് അലർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ മാറ്റിപ്പാർപ്പിക്കൽ നടപടികളിലേക്ക് കടക്കണമെന്നാണ് സന്ദീപ്. അതിന് റെഡ് അലർട്ട് വരെ കാത്തു നിൽക്കേണ്ടതില്ല എന്നാണ്. അപ്പോൾ ആ ബോധ്യമില്ലാതെ പോയോ? അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഓറഞ്ച് അലർട്ട് നമുക്ക് ആഴ്ചയിൽ കിട്ടുന്നതാണ്. ഇത് ഈ മഴ പെയ്യുമ്പോഴൊക്കെ കിട്ടുന്ന കാര്യം എല്ലാ സമയത്തും നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനൊക്കെ സ്വാഭാവികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ, അദ്ദേഹം ഈ സന്നദ്ധ പ്രവർത്തകരെ വിളിച്ചതിനെ കുറിച്ച് പറഞ്ഞു. ഈ സന്നദ്ധ പ്രവർത്തകർ, ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ നാട്ടിലൊരു അപകടം നടന്നാൽ ഇമ്മീഡിയറ്റ്ലി ആദ്യം അവിടെ ഇടപെടുന്നത് നാട്ടുകാരല്ലേ? ഇപ്പോൾ ഒരു പ്രകൃതി ദുരന്തം നടന്നാൽ അവിടെ ഇടപെടുന്നത് ആ പ്രദേശത്തെ നാട്ടുകാരായിരിക്കും, യുവജന സംഘടനാ പ്രവർത്തകരായിരിക്കും, സന്നദ്ധ പ്രവർത്തകരായിരിക്കും. അവിടെ ഫയർഫോഴ്സ് വരുന്നവരെ, NDRFന്റെ ടീം വരുന്നവരെ അവിടെ ആരും കാത്തു നിൽക്കാറില്ല. അപ്പൊ അവരാദ്യം വന്നതിന് ശേഷം മാത്രമേ സന്നദ്ധ പ്രവർത്തകരെ വിളിക്കാവൂ. പറഞ്ഞാൽ എന്ത് ലോജിക്കാണുള്ളത് ഈ മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മറ്റൊന്ന്, മെഡിക്കൽ ടീമില്ല എന്ന് പറഞ്ഞു. എല്ലാ ക്യാമ്പിലും മെഡിക്കൽ ടീമുണ്ട്. റിലീഫ് ക്യാമ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള SOPയിൽ മെഡിക്കൽ ക്യാമ്പ് നിർബന്ധമാണ്. അതാത് പ്രദേശത്തെ ഹെൽത്ത് സെന്ററുകളുടെ, സർക്കാർ ആശുപത്രികളുടെ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ എല്ലാ ക്യാമ്പുകളിലും അത്യാവശ്യത്തിനുള്ള മരുന്നുകളും ചികിത്സാ സംവിധാനങ്ങളും ഉണ്ട്. അത്തരമൊരു മെഡിക്കൽ ക്യാമ്പിൽ പോയി ആ ഡോക്ടർമാരെയും വിഷ് ചെയ്തിട്ടാണ് ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. ശരി, അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ഇപ്പോൾ അങ്ങ് എത്ര ക്യാമ്പുകളിൽ നേരിട്ട് അവിടുത്തെ സ്ഥിതി കണ്ടു മനസ്സിലാക്കി? കഴിഞ്ഞ തവണത്തിൽ നിന്നും എന്ത് വ്യത്യാസവും എന്ത് തരത്തിലുള്ള കുഴപ്പങ്ങളുമാണ് അങ്ങയുടെ നേരിട്ട് ശ്രദ്ധയിൽപ്പെട്ടത്? ഞാൻ അതിലേക്ക് വരാം. ഈ മിസ്റ്റർ സന്ദീപ് വാര്യർ ഒരു കാര്യം ആദ്യം പറഞ്ഞേ, ഡാം തുറന്നു വിട്ട് ആയിരക്കണക്കിന് ആളുകളെ കൊന്നു എന്നൊരു വാക്ക് പറഞ്ഞു. ഈ ഓരോ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് മഹാത്മാഗാന്ധിയെ കൊന്നു എന്ന് പറഞ്ഞ കാലത്തെ സന്ദീപ് വാര്യരല്ല ഇപ്പൊ ഈ ആയിരക്കണക്കിന് എന്നൊക്കെ വന്ന് ഇത്തരം ചർച്ചകളിൽ വന്ന് നുണ പറയരുത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ട് വിരിച്ച് നിങ്ങൾ ആ ചൂരപ്പാലം ഇവിടെ പോയി നിലവിലുണ്ടോ, കോടികളുണ്ടോ എന്നോ ഒന്ന് കൃത്യമായിട്ട് താങ്കൾ 40 മിനിറ്റ് ഇത് കേട്ടിട്ട് ഈ പരിപാടി ഈ ചർച്ച പങ്കെടുക്കുന്നത് വ്യക്തിപരമായി പറഞ്ഞത് അത് സ്വരാജ് പറഞ്ഞ കാര്യമാണ്. എന്റെ തലക്കെട്ട് വെക്കാൻ ശ്രമിച്ചു. അതിലെ യാഥാർത്ഥ്യം പലതവണയായി നമ്മൾ കേട്ട് കഴിഞ്ഞതാണ്. പൊതുസമൂഹത്തിന് അറിയാം. പച്ചയായ നുണ VD സതീശന്റെ നുണ പറഞ്ഞാൽ എന്താണ് കേന്ദ്ര ഗവൺമെന്റ് നൽകിയ നിർദ്ദേശം? കനത്തതോ കനത്തതോ അതൊക്കെ കൈവശം പോയി പറഞ്ഞാൽ മതി. പോയി പറഞ്ഞാൽ മതി. പോയി പറഞ്ഞാൽ മതി. കനത്തതോ പറയാൻ നിങ്ങളെ പോലെയല്ല നോണ പറയരുത്. എന്നെ കുറിച്ച് വ്യക്തിപരമായി പറഞ്ഞ തിരിച്ചും പറയും. ഉളുപ്പില്ലാത്തവൻ അരുണ് ഉളുപ്പില്ലാത്തവൻ. എന്നെ കുറിച്ച് സ്വരാജ് പറഞ്ഞ കാര്യം എന്റെ തലയിൽ കെട്ടി വെക്കരുത്. നിങ്ങളെ സഹപ്രവർത്തകൻ സ്വരാജ് പറഞ്ഞ കാര്യം എന്റെ തലയിൽ കെട്ടി വെക്കരുത്. അത് നിർത്ത്. സ്വരാജ് പറഞ്ഞ കാര്യം നിർത്ത്. സ്വരാജ് പറഞ്ഞ കാര്യം എന്റെ തലയിൽ കെട്ടി വെക്കില്ലേ? അതങ്ങ് പിൻവലിക്ക്. നിങ്ങൾ കള്ളന്മാരല്ലേ? ഡിസാസ്റ്റർ ക്യാമ്പിൽ സാധനം അടിച്ചു മാറ്റിയ കള്ളന്മാരല്ലായിരുന്നു നിങ്ങൾ CPM-മാര്? അരുണ കള്ളന്മാരല്ലേ നിങ്ങൾ? ഡിസാസ്റ്റർ ക്യാമ്പിൽ സാധനം അടിച്ചു മാറ്റിയ കളമശ്ശേരിയിലെ അരുണിന്റെ സഹപ്രവർത്തകരല്ലേ? അടിച്ചു മാറ്റിയ കള്ളന്മാര്, കള്ളന്മാര് അരുണിന്റെ ആൾക്കാരല്ലേ? കള്ളന്മാര്. എന്നിട്ട് ഉളുപ്പില്ലാതെ പറഞ്ഞ് വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. ചർച്ചയുടെ അവസാന നിമിഷം വരെ പക്വതയോടെ പങ്കെടുത്ത പ്രതിനിധികളാണ് നിങ്ങൾ രണ്ടുപേരും, അരുൺകുമാറും സന്ദീപും. ചർച്ചയുടെ അവസാന നിമിഷം വരെ
നോക്കൂ, അവസാന നിമിഷം വരെ പക്വതയോടെ സംസാരിച്ചവരാണ് നിങ്ങൾ രണ്ടുപേരും. ഇത് പരസ്പരം മോശം ആരോപണങ്ങളിലേക്ക് കടക്കരുതെന്ന് അഭ്യർത്ഥിക്കാറുണ്ട് അരുൺകുമാർ. നോക്കൂ, അരുൺകുമാർ ശാഖയിൽ നിന്നും തിരുത്തി വന്നവർ CPM-ലേക്കും വന്നിട്ടുണ്ടല്ലോ. അവരെ നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ പിഴവ് തിരുത്തി വരുന്നവരെ നിങ്ങളും രണ്ട് കൈ നീട്ടി സ്വീകരിച്ചാണ്. അങ്ങനെ പിഴവ് തിരുത്തി എന്ന് പറഞ്ഞിട്ടുള്ള സന്ദീപ് വാര്യരെ ഇനിയും പഴയ ശാഖ വെച്ച് പരിഹസിക്കണോ എന്ന ചോദ്യമുണ്ടല്ലോ അരുൺകുമാർ. അത് വിടൂ. എന്തിനാണ് പണ്ട് അദ്ദേഹത്തിന്റെ പൂർവ്വകാലം പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നത്? നമുക്ക് ഇപ്പോൾ നിലവിലെ MLA എന്ന നിലയ്ക്ക് ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട അങ്ങേക്ക് വേറെ പരാതി ഉണ്ടല്ലോ, അത് തന്നെ അയച്ചു തന്നല്ലോ, അത് ഉന്നയിക്കാമായിരുന്നല്ലോ അരുൺകുമാർ. ശരി, സന്ദീപ് പ്ലീസ്, സന്ദീപ് ദയവ് ചെയ്ത് ഈ ഭാഷ ദയവ് ചെയ്ത് ആരും ഉപയോഗിക്കരുത്. ദയവ് ചെയ്ത് നമ്മൾ ഒരു ദുരന്തമുഖത്തെ നേരിടുന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണിത്. ദയവ് ചെയ്ത് ഞാൻ രണ്ടുപേരോട് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് സമയം കഴിഞ്ഞു. പ്ലീസ് സന്ദീപ്, ദയവേത് നിങ്ങൾ വ്യക്തിപരമായ ആക്രമണത്തിൽ കിടക്കരുത്. ഞങ്ങൾ നാളെയും ഒരുമിച്ചിരിക്കേണ്ടവരാണ്. ദയവ് ചെയ്ത് ക്ഷമിക്കൂ. ശരി, വളരെ നന്ദി ശ്രീ സന്ദീപ് വാര്യർ, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ശ്രീ N ശ്രീകുമാർ, ശ്രീ BG എബ്രഹാം ചർച്ചയിൽ പങ്കെടുത്തതിന് കാണാൻ വീട്ടടിച്ചു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.